ഹായ് അസ്സലാമലൈക്കും. അപ്പം എന്തെല്ലാവരും വർത്താനം സുഖമല്ലേ? അൽഹംദുലില്ലാ എനിക്കും സുഖമായിട്ട് കുഴപ്പമൊന്നുമില്ല. റാഹത്താണ്. അങ്ങനെ ഇതത്തെ ബ്രെഡും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെന്നില്ലേ, അത് സ്പെഷ്യലായിട്ട് ഞങ്ങൾ വൈകുന്നേരം ഉണ്ടാക്കിയത്. അങ്ങനെ പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞ് രാത്രി ലാലും കട കഴിഞ്ഞ് വന്നതിന് ശേഷം പാങ്കാക്കി തരാറുണ്ട് കേട്ടോ. എനിക്കൊരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പോണ പോക്കിൽ തന്നെ ചെരുപ്പ് എടുത്ത് തരാറുണ്ട്. കാരണം എൻ്റെ ചെരുപ്പ് പൊട്ടിയെന്ന്. അപ്പോൾ തൽക്കാലം ഞാൻ ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. ലെതറിൻ്റെ ചെരുപ്പാകുമ്പോൾ അങ്ങനെ വേഗം പൊട്ടില്ല. പിന്നെ ഞാൻ ലെതറിൻ്റെ ചെരുപ്പ് ഇടലുള്ളൂ. ഹീലില്ലാത്ത ചെരുപ്പാട്ടാണ് ആദ്യം കൂടുതൽ. കാരണം നമ്മൾ കുറേ ലോങ് ഇങ്ങനെ നടക്കുമ്പോൾ ഹീലുള്ള ചെരുപ്പിട്ട് വേദന എടുക്കാട്ടോ. അപ്പോൾ പിന്നെ കുറേ ആയിട്ടാ ഹീലില്ലാത്ത ചെരുപ്പിട്ടുണ്ട്. അപ്പോൾ ഒരു പൂതിട്ടാ എല്ലാവരും കാലിൽ ഇങ്ങനെ ഹീലുള്ള ചെരുപ്പ് കാണുമ്പോൾ ഒരു പൂതി. പിന്നെ പൊതുവേ എനിക്ക് ഷൂ കാര്യങ്ങളൊന്നും പറ്റൂല. അപ്പോൾ ഈ കടയിൽ നിന്നായിട്ട് അധികം ഞാൻ ചെരുപ്പ് എടുക്കില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നന്നായിട്ട് വാരി വലിച്ചിട്ടിരിക്കണം കേട്ടോ. നല്ല രസമുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ട്. രസമുള്ള ചെരുപ്പുകളുണ്ടായിട്ട് എന്താ കാര്യം, എൻ്റെ കാലിമൊക്കെ ഭാഗത്ത് ചെരുപ്പുകളൊന്നും വെച്ച് കിട്ടില്ല. കാരണം എൻ്റെ കാല് തടിയില്ലാത്ത കാലമാണ്, തടിയില്ല വലിപ്പമില്ലാത്ത കാലമാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചെരുപ്പ് കിട്ടണം. ഇനിയിപ്പോൾ വാറുകൊണ്ട് ടൈറ്റ് ആയാലും വലിപ്പം കൊണ്ട് ലൂസാകും, പിന്നെ വലിപ്പം കൊണ്ട് ഇങ്ങനെ കറക്റ്റ് ആയാലും വാറുകൊണ്ട് ലൂസാകും. അങ്ങനെയൊക്കെ കൂടി ഒരു കഥയൊക്കെ. എനിക്ക് ചെരുപ്പ് എടുക്കാൻ പോയ ഒരു ദിവസം മുഴുവൻ പോകും കേട്ടോ. അപ്പോൾ ലാലുവിന് ഏറിട്ടെ എനിക്ക് ചെരുപ്പ് എടുക്കാൻ പോകണത്. കാരണം എന്താ വെച്ചാൽ ഞാൻ ലെതറിൻ്റെ ചെരുപ്പിടുള്ളൂ. എനിക്ക് ഇഷ്ടം ലെതറിൻ്റെ ചെരുപ്പിടാനാട്ടോ. മറ്റേ ചെരുപ്പിടുമ്പോൾ നമുക്ക് അത്ര സുഖം തോന്നുന്നില്ല. പിന്നെ ഷൂവും കാര്യങ്ങളും ഞാൻ ഇടില്ല. ലാലുവിന് നല്ല ഇഷ്ടമാണ് ഷൂ ഇടുന്നത്. പിന്നോട് ഇങ്ങനെ പറയും ഷൂ എടുത്തേ ഞാൻ മറിച്ച് കണ്ട് ഷൂ അറിയട്ടെ. ഷൂവിൻ്റെ പൈസക്കൊക്കെ 2 ലെതറിൻ്റെ ചെരുപ്പുകൾ എടുത്തന്നാൽ മതി അറിയട്ടെ. ഞാൻ കറക്റ്റ് എന്താണെന്നാവോ ഷൂ പണ്ടേ ഇഷ്ടമല്ല കേട്ടോ. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ടൈമിലായിരുന്നു ഷൂ ആദ്യമായിട്ട് അവസാനമായിട്ട് ഇട്ടിരുന്നത് കേട്ടോ. അതായത് എനിക്ക് പൊടിയാറ് വെച്ചതിന് ശേഷം, ചെറുപ്പത്തിലൊക്കെ ഇട്ടിട്ടുണ്ടാവും, അതൊന്നും ഇപ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. എനിക്കൊന്ന് പൊടിയാറ് വെച്ചതിന് ശേഷം ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് ഇട്ട് ഒഴിവാക്കിയതാട്ടോ. അതിൻ്റെ ശേഷം ഞാൻ ഷൂ ഇട്ടിട്ടില്ല. എല്ലാവരും കാലം കാണുമ്പോൾ അങ്ങനെ വിചാരിച്ചു. പക്ഷെ എന്താണാവോ തീരെ താല്പര്യമില്ല കേട്ടോ ഷൂ ഇടാൻ. കാരണം എന്താ അങ്ങനെ പറയും, നമ്മളിങ്ങനെ കാല് തടിയില്ലാത്ത കാരണം ഷൂ ഇട്ടാൽ കാണാൻ നമ്മളെങ്ങാട്ടും വലിയൊരു കാലിനെക്കാട്ടും വലിയതാവും ഷൂ അറിയും പുറത്തുനിന്ന് ഇങ്ങനെ കാണുമ്പോൾ. നിങ്ങൾക്ക് എന്താ കാര്യം എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതന്നെ സംഭവം, നമ്മളെ കാലിനെക്കാട്ടും വലിപ്പം ഉണ്ടാവും ഈ ഷൂ ഇട്ടാൽ. അങ്ങനെ പുറത്തും കാണുമ്പോൾ എന്താ ഒരു ഇത്. പക്ഷെ എന്താണ് വെച്ച് ഭയങ്കര ചൂടും പോയൊക്കെ ആയിട്ട്, അത് കാരണം ഞാൻ ഷൂ എടുക്കാത്തത്. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും ആ കടയിൽ നിന്ന് ചൊന്നും കിട്ടിയില്ല കേട്ടോ. അത്രയും അവിടെ വാരി വലിച്ചിട്ട് എന്നിട്ട് ചൊന്നും പറ്റിയില്ല. പക്ഷെ ആ വാരി വലിച്ചിട്ടൊന്നും ഞാനല്ല കേട്ടോ, വേറെ ആരൊക്കെ ഈ വാരി വലിച്ചിട്ടതാണ്. പിന്നെ സാധനങ്ങളൊക്കെ പുതിയ വന്നതാണ് തോന്നുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ കുറേ തിരിഞ്ഞും മറിഞ്ഞൊക്കെ വലിച്ചിട്ട് നോക്കി. പക്ഷെ അതിലൊന്നും വെച്ച് പറ്റില്ല. നേരെ ഞാൻ സ്ഥിരം ചെരുപ്പെടുക്കുന്ന ഒരു കട ഉണ്ട്, ആ കടയിലേക്ക് പോയിട്ട്. അപ്പോൾ അവിടെ പോയപ്പോൾ ഇങ്ങനെ അതേമാതിരി ചെരുപ്പുകളൊക്കെ കാണിച്ചു തന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഹീലുള്ള ചെരുപ്പ് വേണം, ഓവർ വർക്കുള്ള ചെരുപ്പ് പറ്റില്ല, കല്ലും മുത്തുള്ള ചെരുപ്പ് പറ്റില്ല, പിന്നെ വീതിയുള്ള വാറ് പറ്റില്ല, ഇങ്ങനെ നൈസായിട്ടുള്ള വള്ളി മാതിരിയുള്ള ചെരുപ്പാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ അതേ മോഡൽ സാധനം വെച്ച് കിട്ടിയിട്ട്. അപ്പോൾ കിട്ടിയപ്പോൾ അതൊരു എന്താ പറയുക, വെള്ളമായിട്ടോ അല്ലേനും എന്നാൽ ചന്ദന കളറും അല്ല, അങ്ങനത്തെ ഒരു എന്തായാലും ലൈറ്റ് കളർ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ലൈറ്റ് കളർ വേണ്ട, ഇപ്പോൾ കുറേ അതിനപ്പോൾ ലൈറ്റ് കളർ ഇടുന്നു, ഇങ്ങനെ ബ്ലാക്കിൽ ഏതെങ്കിലും കാണിച്ചു തരാൻ. അപ്പോൾ ബ്ലാക്ക് എടുത്ത് തന്നപ്പോഴാണല്ലോ അതിൻ്റെ കാൽമൊക്കെ സുഖം തോന്നണില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു കാൽമ ബ്ലാക്ക് ഇട്ടിക്കണം, ഒരു കാൽമ വൈറ്റ് ഇട്ടിക്കണം, രണ്ടും കൂടി ഇട്ട് നോക്കുകയാണ്. അങ്ങനെ ഇട്ടിട്ടും എനിക്ക് എന്താണാവോ മനസ്സിക്കണ്ട് പിടിച്ചില്ല കേട്ടോ. പക്ഷെ എന്നാലും എൻ്റെ കണ്ണ് പോണത് ഈ ഒരു ചെരുപ്പ് കട്ട്. എന്താണാവോ ആ ചെരുപ്പ് ചെന്ന സ്പോട്ടിൽ തന്നെ കാണിച്ചു തന്നപ്പോൾ നല്ല പിടുത്തം പിടിച്ചിരിക്കുന്നു. ആ ചെരുപ്പ് പിന്നെ ഞാൻ കാൽമന്ന് ഉരുണ്ടില്ല കേട്ടോ, ഇങ്ങനെ ഇട്ടിറക്കിയാണ്. കാരണം സുഖം ഉണ്ടല്ലോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതിങ്ങനെ ഇട്ടിറക്കിയാണ്. അങ്ങനെ പിന്നെ എന്തായാലും ആ ചെരുപ്പ് എടുക്കണ്ടേ ഒറ്റച്ചെങ്കിലായിട്ട്. കാരണം അതിൻ്റെ വള്ളി തീരെ വീതിയില്ല. പിന്നെ ഈ കറുപ്പിൻ്റെ വള്ളി വെച്ചാൽ പിന്നെയും വീതിയൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ പിന്നെ പക്ഷേ വർക്ക്, അതായത് അതിൻ്റെ മോഡൽ കണ്ട് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ലാല പറഞ്ഞത് രണ്ടും ഇട്ട് നോക്കാം. രണ്ടും ഇട്ട് നോക്കിയപ്പോൾ തീരെ ഇഷ്ടമായില്ല കേട്ടോ. കാരണം എൻ്റെ കാലുമൊക്കെ എന്തോ മാതിരി ലൈറ്റ് കളർ ഇടുമ്പോൾ പിന്നെയും കാലൊരു വൃത്തി തോന്നുന്നുണ്ട് കേട്ടോ. അതായത് നമുക്ക് ചിലപ്പോൾ ഞാൻ അങ്ങനെയല്ലേ ഈ കാര്യം അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനത്തെ ഈ ലൈറ്റ് കളറാകുമ്പോൾ ഈ വൈറ്റ് അങ്ങനത്തെ കളറാകുമ്പോൾ എന്താ വെച്ചാൽ ചളി പിടിച്ചാൽ ആകെ വൃത്തിയുടെയൊക്കെ. അതൊക്കെ മടിച്ചിട്ടാണ് ഞാൻ എടുക്കാൻ അങ്ങനെ മടിയായിട്ട് നിൽക്കുന്നത്. പക്ഷേ ഏതൊക്കെ ചെരുപ്പ് കാണിച്ചു തന്നിട്ട് ഒന്നും പറ്റില്ല. കാരണം ഈ ചെരുപ്പൊക്കെ ചെന്ന സ്പോട്ടിൽ തന്നെ ഇഷ്ടമായിരിക്കണം. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, അതന്നെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതും കൈക്ക് പിടിച്ച് നടക്കുകയാണ് കേട്ടോ. കുറേ നേരം പിന്നെ അത് ആ കടലിൻ്റെ ഉള്ളിലിട്ട് അങ്ങനെ നടന്നു. പക്ഷെ വേദന ഉണ്ടായിരുന്നു, അതിൻ്റെ മുന്നിൽ അങ്ങനെ ഒരു സംഭവം വന്നുകൊണ്ട് നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ ഇട്ടിട്ട് ശീലം കൊണ്ട് ലൂസായാൽ വേദന ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പോൾ ഏതിട്ടിട്ട് എനിക്ക് പറ്റണില്ല, 2 കടി കയറി ഇറങ്ങിയിട്ടും വെച്ച് പറ്റുന്നില്ല. ഈ ഒരു ചെരുപ്പേ വെച്ച് പറ്റിയിട്ടുള്ളൂ. പിന്നെ പറഞ്ഞു ഇതെല്ലാം മതിയാണ്. കാരണം എനിക്ക് പാങ്ക് പോകും വേണം, നേരം വരികയല്ലേ. പിന്നെ ഒന്നും നോക്കില്ല, ആ ചെരുപ്പ് തന്നെ എടുത്തിട്ടാം. അങ്ങനെ പിന്നെ എന്തായാലും ലെതറാകുമ്പോൾ തോനിടാനൊന്നും പറ്റില്ല. പക്ഷേ എനിക്കിഷ്ടമല്ല ലെതർ ഇടാനാണ്. അങ്ങനെ ചെറുപ്പം മുതൽ ഞാൻ ലെതർ ഇട്ട് ശീലമായ കാരണം എനിക്ക് ചെരുപ്പ് മാറ്റണമൊക്കെ ഇഷ്ടമല്ല കേട്ടോ. എല്ലാവരും ഇങ്ങനെ കുറേ പറഞ്ഞിട്ട് വൈറ്റെല്ലാം നടന്ന് ഷൂ എടുത്താൽ എന്ത് പറഞ്ഞിട്ട് പറ്റില്ല. ഞാൻ മറിച്ച് ഷൂ ഒന്നും വേണ്ട, ഭയങ്കര ചൂടും പോയാണ്. ഷൂ ഇട്ടാൽ തന്നെ ഞാൻ ഊരിയിട്ടും കൊണ്ടേക്കാരം നടക്കുക. കാരണം എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു ചുട്ടുപുകയിലാട്ടോ ഷൂ ഇട്ടാൽ കാലൊക്കെ കൂടിക്ക് ഇങ്ങനെ ഫുൾ ടൈം കാറ്റ് കൊള്ളാം എൻ്റെ കാല്. അത് കാരണമാണ് ഞാൻ ലെതറിൻ്റെ ചെരുപ്പ് തന്നെ ഇടുന്നത് കേട്ടോ. പിന്നെ കാരണം ലെതർ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു വൃത്തിയാണല്ലോ.
ചിലർക്ക് ഓരോ ഇഷ്ടങ്ങളല്ലേ കാര്യം എനിക്ക് എന്തായാലും ഇഷ്ടമല്ലാത്ത കേട്ടോ. രാവിലെ രാത്രി തന്നെ പെരേക്കാക്കി തന്നിട്ട് 10 മണി ആയിക്കണം കേട്ടോ പാങ്ങൾക്ക് എത്തിയപ്പോൾ. അങ്ങനെ പിന്നെ പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ അതാട്ട കാഴ്ച നല്ല മഞ്ഞൊക്കെ ഉണ്ടിട്ടാ. അങ്ങനെ രാവിലെ തന്നെ ഞാൻ നേരത്തെ നീച്ചിക്കും കേട്ടോ. മറ്റേ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെയും പോയി കിടക്കുന്ന ആളായിരുന്നു ഞാൻ. ഇന്ന് പിന്നെ നേരത്തെ നീച്ചിക്കും. എന്താ വെച്ചാൽ മുത്തുമോന് ഇപ്പാൻ്റെ വണ്ടി കഴുകാൻ പോകുന്നുണ്ട്. ആ വണ്ടി കൊണ്ടിറക്കുന്ന ആൾ പോകാനുണ്ട്. അപ്പോൾ വണ്ടി കഴുകാൻ പോകുന്നുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു പോരണെങ്കിൽ പോരുകയായിരുന്നു. അപ്പോൾ പോകണോ പോകണ്ടേ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നു. കാരണം ഇത് പറയുന്നു മദ്രസ ഇട്ട് എന്നിട്ട് പോയാൽ മതിയായിരുന്നു കേട്ടോ. 7:30 മദ്രസ എന്ന് ചോദിച്ച് പോരാന്ന്. എന്താ പരിപാടി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. മൂത്താപ്പാൻ്റെ മോളെ കുടിരിക്കലുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നേരത്തെ മദ്രസ എന്ന് ചോദിച്ച് പോരാന്ന് ഓൻ പറഞ്ഞു. എൻ്റെ ഉസ്താദ് നിജ വിളിച്ച് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ വിളിച്ചറിയൊന്നുമില്ല. അങ്ങനെ പിന്നെ ഓൻ ഏതായാലും മദ്രസ തന്നെ പോയിട്ട് പിന്നെ ഞങ്ങൾ രണ്ടാളും പിന്നെ ഓൻ്റെ വണ്ടി കഴുകാൻ വേണ്ടി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. അപ്പോൾ അങ്ങനെ മഞ്ഞ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മേലെ ഒന്ന് പോയോക്കട്ടെ. കാരണം മേലെ കയറി നല്ല മഞ്ഞ് കാണട്ടെ. അപ്പം മരമൊക്കെ ഇങ്ങോട്ട് കോട ഇറങ്ങിയിട്ട് മൂടിയിരിക്കണം കേട്ടോ. നല്ലപോലെ കാണണമെന്നില്ല. അങ്ങനെ പിന്നെ മഞ്ഞൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ മേപ്പോട്ട് നോക്കി നിന്നിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ വീട്ടാലും പോന്നപ്പോൾ ആണല്ലോ പോരണ്ടിയില്ലാന്നായിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ പോരുക. അപ്പോൾ പിന്നെ തോട്ടിലേക്കാണ് വണ്ടി കഴുകാൻ പോകുന്നത്. അപ്പോൾ കുറേ കാലമായി തോട്ടിൽ പോയിട്ട്. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല. ഞാൻ പറഞ്ഞു ഞാനും ഉണ്ട് അറിയാം മാക്സിന്ന് പെരയിലിട്ടിരുന്നു. പിന്നെ നമ്മളവിടെ എത്തിയാൽ അങ്ങനെ ആവില്ലേ. എത്രയൊക്കെ ഡ്രസ്സ് ഉണ്ടായാലും തിരൂരിൽ നിന്ന് ഞാൻ ഡ്രസ്സൊക്കെ ആയിട്ടായിക്കാരം പോവുക. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ എത്തിയാലേക്ക് ഒന്നെങ്കിൽ എൻ്റെ അമ്മേൻ്റെ മാക്സി വേണം, അല്ലെങ്കിൽ ചിൻ്റെ പഴയ മാക്സി കീറ മാക്സി ആയാലും ഞാൻ ഇട്ടടക്കോട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടം മാക്സി ഇടാനായിട്ടാ. എൻ്റെ അവിടെ പോയാൽ ഒന്നെങ്കിൽ മാക്സി അല്ലെങ്കിൽ ടീഷർട്ടും പാൻറ്റും ഇട്ട് അങ്ങനെ നടക്കും. പക്ഷെ ഇപ്പോൾ ഇവിടെ തിരൂർ അങ്ങനെ മാക്സി അടിച്ച് ഭയങ്കര മടിയാട്ടാ. പിന്നെ പുറത്ത് മാക്സി ഒക്കെ ഇട്ട് ഇങ്ങനെ നടക്കാൻ. കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ ഫുള്ള് ടീഷർട്ടും പാൻറ്റൊക്കെയാണ് ഇട്ടാ. ഇപ്പോൾ പിന്നെ ലാലു ഗൾഫിൽ പോയതിന് ശേഷം ടീഷർട്ടും പാൻറ്റൊക്കെ ഒഴിവാക്കിയിരുന്നു. ഇപ്പോൾ പാങ്ങിലാട്ടോ അതൊക്കെ ഇടൽ. ഇവിടെ തിരൂർ ഇടാനിപ്പോൾ എന്തോ ഭയങ്കര ചമ്മലായിക്കണം. അങ്ങനെ ഇൻഷാ അള്ളാ ഇങ്ങനെ നോക്കണം. ഇടാൻ സുഖം അതാട്ടെ. ടീഷർട്ടും പാൻറ്റും അല്ലെങ്കിൽ മാക്സിയൊക്കെ തന്നെയാണ് ഇടാൻ സുഖം. എല്ലാവരും ഇങ്ങനെ പറയും മാക്സി ഇട്ടൂടെ. പക്ഷേ എനിക്കെന്താണോ ഭയങ്കര മടിയാണ്. അങ്ങനെ പിന്നെ മുത്തുമോൻ ഓൻ്റെ കൂട്ടുകാരനോടൊക്കെ പോയിട്ടാ. അങ്ങനെ പിന്നെ ഓനെ കാത്തിക്കാണ് ഞാൻ. ഇന്ന വണ്ടിയിലിരുത്തിയിട്ടാണ് ഓൻ പോയിക്കുന്നത്. വണ്ടി കൈകളുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിലിരിക്കുന്നുണ്ട്. അങ്ങനെ ഓന് കൂട്ടുകാരനോട് പോയി വന്ന് അപ്പോഴും ഞാൻ വണ്ടിയിൽ ഇങ്ങനെ പോസ്റ്റായിരിക്കുന്നു കേട്ടോ. എനിക്കാണല്ലോ പെരയിൽ മര്യാദക്ക് അവിടെ കടന്നാൽ മതിയെന്ന്. ഞാൻ രാവിലത്തെ വൈബ് ആസ്വദിക്കാൻ വേണ്ടി വല്ല ഇത്തല കയറി കൂട്ടിയതാണ്. ഇപ്പോൾ പോരണില്ല. ഓൾക്കാണല്ലോ കയറാത്ത കൂട്ടുകാരന്മാരൊന്നും ഇല്ലല്ലോ. പരളോ കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ ഓരോ കൂട്ടുകാരന്മാരെ കാണാൻ. അങ്ങനെ പിന്നെ ആ കൂട്ടുകാരൻ്റെ അവിടെ നിന്ന് പോന്നിട്ടാ. അങ്ങനെ പോയി പിന്നെ എന്നോട് വേറൊരാളെ അടുത്ത് കൂടിയും പോകണ്ടായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടാ ആ പെരയിലിരുന്നാൽ മതി എന്തിനാ ഞാൻ എൻ്റെ വീട്ടാണ് കയറി കൂടിയത് പറഞ്ഞിട്ട് ഓനോട് ഒന്ന് രണ്ടും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിലും ഒരു ചായട്ട. കാരണം ഞാനും ഓനോട് വേഗം മാറ്റിക്കണം അപ്പോൾ പോകുന്നതാണ്. അപ്പോൾ പിന്നെ ഇട്ട മാക്സി വേഗം ഊരിയിട്ടിട്ട് ഞാൻ തിരൂരിൽ നിന്ന് വന്നപ്പോൾ ഇട്ടിന് ആ ഡ്രസ്സ് വേഗം വലിച്ചെത്തിയതാട്ടോ. ഞാൻ പല്ലുമുറൊക്കെ തേച്ച് ഇറങ്ങി മണ്ടിയതാണ് എൻ്റെ വീട്ടാൽ. അങ്ങനെ അപ്പോൾ ഒരുമാതിരി തലയൊന്നും വാർന്നിട്ടൊന്നും ഇല്ല കേട്ടോ. ഉള്ള കോലത്തിലാണ്ട് ഇറങ്ങി പാഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ വരുന്നത് പറഞ്ഞിട്ട്. അമ്മച്ച് മടിയുണ്ടെങ്കിൽ അങ്ങാടി കൂടി ഇങ്ങനെ പോകുമ്പോൾ എന്തോ ഒരു ചമ്മൽ. ഇങ്ങനെ എൻ്റെ കണ്ണുമുറൊക്കെ കണ്ടറിയുണ്ടാവും. ഉറക്കത്ത് നീച്ച് മണ്ടി പോകുന്നതാണ്. തല മുടിയൊക്കെ കണ്ട് പാറി പർപ്പൂതനായിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും അവൻ്റെ രണ്ടാമത്തെ കൂട്ടുകാരനോട് പോയി അവിടുന്ന് അവനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ ഞങ്ങൾ പോകുന്നു കേട്ടോ. അവനക്ക് എന്തോ സാധനം കൊടുക്കണ്ടായിരുന്നു. അവിടെയാണ് സാധനം കൊടുക്കാൻ വേണ്ടി പോയതിന്. പിന്നെ അവിടെ നിന്നൊക്കെ പോകുന്നത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്നും നേരം വെളുത്തിട്ടും വല്ലാതെ ആൾക്കാരൊന്നും പുറത്ത് കാണില്ല. കാരണം ഇപ്പോൾ എല്ലാ തണുപ്പും കുളിരൊക്കെ അല്ലേ. അങ്ങനെ പിന്നെ നല്ല മഞ്ഞും ഉണ്ട്. അങ്ങനെ ഏകദേശം മഞ്ഞ് കമർന്ന് തുടങ്ങിയിരിക്കണം. എന്നാലും മഞ്ഞുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് പോന്ന് പിന്നെ പമ്പിൽ എണ്ണ അടിച്ചാൻ വേണ്ടി കയറിയതാട്ടോ. അപ്പോൾ വണ്ടിയിൽ എണ്ണ അടിച്ചാൻ വേണ്ടി നിർത്തിയിട്ടപ്പോഴും ഞാൻ പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നു എന്തോ ഒരു കഷ്ടമാണ് ഇത് കേട്ടോ. കാരണം ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലല്ലോ. മറ്റേ ഉപ്പാൻ്റെ വീട്ടിലാവുമ്പോൾ ഇങ്ങനെ ഒന്നോ രണ്ടോ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇവനായിട്ട് ഒന്ന് രണ്ടും പറഞ്ഞ് തല്ലുകൂടിയിട്ട് ഞാൻ. കാരണം ഞാൻ എന്നോട് നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞങ്ങളവിടെ ഒരു മല ഉണ്ട്. അവിടെ നിന്നാൽ നല്ല വ്യൂ കാണാം കേട്ടോ. അപ്പോൾ നല്ല മഞ്ഞിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മഞ്ഞൊക്കെ ഉണ്ടല്ലോ നമുക്ക് വീഡിയോ എടുക്കാൻ പോകാറ്. അപ്പോൾ എന്നോട് വണ്ടിയിൽ എണ്ണ അടിച്ച് തന്നാലും പോകാറ്. ഞാൻ പറഞ്ഞാൽ വണ്ടിയിലാണ് എണ്ണ അടിച്ച് തരില്ലാന്ന്. എന്താ പറയുക ഇപ്പാൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ ഇന്നെ നോക്കേണ്ട സ്ഥാനം അനക്കാണ് പറഞ്ഞിട്ട് ഓനെ ഞാൻ ഒന്ന് രണ്ട് പറഞ്ഞ് ഓനെങ്ങനെ മൂച്ചിൽ കയറ്റി എന്നിട്ട്. അപ്പോൾ പറഞ്ഞു എന്തായാലും വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് എന്നിട്ട് പോകാറുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിയിൽ എണ്ണ അടിച്ചാനായിട്ട് ഞങ്ങൾ ചെന്നപ്പോൾ വേറൊരു വണ്ടിക്ക് എണ്ണ അടിച്ചാൽ നിന്ന് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളെ വണ്ടിയിൽ എണ്ണയടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ അവനോട് പറഞ്ഞു ഞങ്ങൾക്ക് ചായ വാങ്ങി തരാറുണ്ട്. അങ്ങനെ പിന്നെ എന്നോട് ചായ വെച്ച് വേണ്ട കേട്ടോ. വണ്ടി തിരിച്ചിട്ട് അങ്ങാടിയിലൊന്നും വല്ലാതെ ആൾക്കാരില്ല. പിന്നെ ഓനെ പറഞ്ഞു സോപ്പിട്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ നോക്കണ മാതിരി ഇനി നോക്കാനുള്ള ആൾ ഇജാണ്. ഇപ്പം ഗൾഫിലാണ്. ഇപ്പം വന്നിട്ട് വേണം ഞങ്ങളെ കൊണ്ടിറക്കാൻ. അപ്പോൾ ഇപ്പം കൊണ്ടിറക്കുന്ന ആൾ ഇജാണെന്നൊക്കെ പറഞ്ഞു ഓരോന്ന് പറഞ്ഞ് പിരി കയറ്റിയപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ചായ പറഞ്ഞിട്ട് വീട്ടാലും പോകുന്ന കേട്ടോ. അപ്പോൾ എവിടേക്ക് പോകുന്നത് വെച്ചാൽ മുക്കിൽ ഇതേമാതിരി നല്ല അടിപൊളി സ്ഥലം കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാട്ടോ. അങ്ങനെ നമുക്ക് വരുമ്പോൾ ചായ കുടിച്ചാന്ന് പറഞ്ഞു. അങ്ങനെ പോകുമ്പോൾ അന്ന് അവിടെ കച്ചവടക്കാരൊക്കെ വരുന്നുണ്ട്. ആൾക്കാരിങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൂ കേട്ടോ. അങ്ങാടിയിൽ രാവിലെ തന്നെ ആയ കാരണം 6:30 7 മണിയൊക്കെ ആ ടൈം കേട്ടോ. ഓട്ടോക്കാരൊക്കെ വന്നിരിക്കണം ഓട്ടോ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ പണിക്കാരെ ഓട്ടോ ഒക്കെ ഉണ്ടാവില്ല രാവിലെ.
അങ്ങനെ എന്നാലും വല്ലാതെ അങ്ങാടിയിൽ ആൾക്കാരൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പോവാണ്. അപ്പോൾ അവിടെ എത്തിയപ്പോഴുള്ള അവസ്ഥ എന്താ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പച്ചപ്പും ഉണ്ടാവും നല്ല മഞ്ഞൊക്കെ ഉണ്ടാവും പറഞ്ഞിട്ടാണ് ഓനെ ഞങ്ങൾ വലിച്ചെടുക്കുന്നത്. ഇവിടെ വന്നപ്പോൾ അത് ആകെ തീ പിടിച്ചിട്ട് ആകെ കത്തി കരിഞ്ഞ് കിടക്കണം കേട്ടോ. അപ്പോൾ ഓൻ പറയുന്നു കേട്ടോ, അത് ഇതിനപ്പം ഇജ്ജ് വന്നിരിക്കണം, ഇവിടെ മഞ്ഞ് കാണാനുള്ള ഒരു പച്ചപ്പില്ല മഞ്ഞില്ല, കാരണം അത് നന്നായിട്ട് കത്തി ആകെ കുളയിക്കണം. ഇതിന് മേലെ കയറി നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളി വ്യൂ ആട്ടോ. എന്താ പറയുക, കുന്നും മലയൊക്കെ നല്ലപോലെ കാണാൻ പറ്റും. ഈ ഒരു കയറ്റം കൂടി കയറി പോകണം. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് റോഡിന് അങ്ങനെ പോയാലും നമുക്ക് കാണാം. പക്ഷെ അവിടെ കത്തി കഴിഞ്ഞ കാരണം രസമില്ലേ കാണാൻ. അതിന് പിന്നെ തിരിച്ചും കൊണ്ട് പോകുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ചായ വേണ്ടേ, എനിക്ക് അര ഗ്ലാസ് ചായ തരുള്ളൂ, കാരണം ഇത് ഫുള്ള് കാണിച്ചു തന്നിട്ടില്ല. അതിൻ്റെ മേലെ കയറിയില്ല, നല്ലപോലെ മലയും കാര്യങ്ങളും മഞ്ഞിറങ്ങിയൊക്കെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് എനിക്ക് അര ഗ്ലാസ് ചായയും വേണ്ട കേട്ടോ. അങ്ങനെ ഒന്ന് രണ്ട് പറഞ്ഞു രണ്ടാൾ പിന്നെ അവിടുന്ന് പോകുന്നു. പിന്നെ ഈ ഒരു സ്ഥലം കണ്ട അവിടെ സിനിമ ഷൂട്ടിങ്ങൊക്കെ കഴിഞ്ഞ സ്ഥലമായിട്ട് ഞങ്ങൾ സ്കൂളിൽ പഠിച്ചിരുന്നൊക്കെ ടൈമിൽ, ഞാൻ +1 +2 ഒക്കെ പഠിച്ചിരുന്ന ടൈമിൽ അവിടെ ഒരു സിനിമേൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടത്തി നിന്നിട്ട് എല്ലാവരും അവിടെ പോയി നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നിന്നിട്ടാ. അതൊക്കെ ഒരു കാലം. അത് നല്ല രസമായിട്ട് അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനും. അങ്ങനെ പിന്നെ ഞങ്ങൾ പിന്നെ ചേണ്ടിക്ക് എത്തിയപ്പോഴേക്ക് അവിടെ ആൾക്കാരൊക്കെ വരവും പോക്കൊക്കെ തുടങ്ങി. അങ്ങാടിക്ക് ആൾക്കാർ ഇറങ്ങി തുടങ്ങിയിരിക്കണം കേട്ടോ. മറ്റേ നല്ല രാവിലെ ആയ കാരണം വല്ലാതെ ആളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോകുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത പരിപാടി എന്താണ്, കാര്യമായിട്ട് ഇറങ്ങിയിരിക്കണം വണ്ടി കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ. പിന്നെ മിഥുവിൻ്റെ ഉസ്താദിനെ വിളിച്ചാൽ വന്നപ്പോൾ 7 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഉസ്താദിനെ വിളിച്ച ഉസ്താദന്മാരാട്ടും, കാരണം 6:30 കാണുമ്പോൾ മദ്രസക്ക് പോകുക. എന്നിട്ട് 7 മണിക്ക് ചോദിച്ചപ്പോൾ മോശമല്ലേ. പിന്നെ ഞങ്ങൾ അവൻ്റെ ഉസ്താദിനെ വിളിച്ചിട്ട് കേട്ടോ. അവൻ പറഞ്ഞു നമുക്ക് വണ്ടി കഴിക്കാൻ പോകാറുണ്ട്. അങ്ങനെ പിന്നെ ഞാനും ഇവനും കൂടി വണ്ടി കഴിക്കാൻ വേണ്ടി വന്നിട്ട് എടുക്കുക വെച്ചാൽ ഇപ്പോൾ പഠിച്ചിരുന്ന മദ്രസക്കാട്ട, ഇവിടെ മദ്രസിൻ്റെ ബാക്കിലാട്ട തോട്. അങ്ങനെ പണ്ടൊക്കെ ഇവരിങ്ങനെ എൻ്റെ മുത്തന്മാരായിട്ട് മക്കളും എല്ലാവരും ഈ മദ്രസിലാണ് പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ മാത്രം പഠിച്ചിരിക്കുന്നത് പടിഞ്ഞാറ്റുമുറി മദ്രസിലായിരുന്നു കേട്ടോ. ഞങ്ങൾ മഹല്ല് മദ്രസിലായിരുന്നു കേട്ടോ. അന്ന് ഞങ്ങൾ പടിഞ്ഞാറ്റുമുറി മഹല്ലായിരുന്നു. ഇപ്പോൾ പിന്നെ പെര മാറി വന്നപ്പോൾ ഇവിടെ കടന്നമിട്ടി മഹല്ലായിട്ടാ, ഇപ്പാനിട്ട് മഹല്ലായി. അങ്ങനെ പിന്നെ എന്തായാലും അവിടെ എത്തിയിട്ട് അപ്പോൾ ഇവരിങ്ങനെ മദ്രസിലൊക്കെ പോകുന്ന ടൈമിൽ ഇങ്ങനെ പറയും കടന്നമിട്ടി തോട്, കടന്നമിട്ടി തോട്. എനിക്കതെന്തോ വലിയ കാര്യം, കാരണം അതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ സ്കൂളിലൊക്കെ പോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ്സിൽ ഇങ്ങനെ കേട്ടോ ഞാൻ ഈ കടന്നമിട്ടി തോട് കാണുന്നത്. ഞങ്ങൾ പെരൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അധികം ഞങ്ങളെ ഉമ്മാൻ്റെ വീട്ടിലായിരുന്നു, കാരണം മിഥുവിൻ്റെ ഉമ്മ പ്രസവിച്ച് കിടക്കുമ്പോഴൊക്കെ അപ്പം ഗൾഫിലായിരുന്നു, ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉമ്മാൻ്റെ വീട്ടിലൊക്കെയാണ്. അങ്ങനെ ഇവിടുത്തെ ഒരു നാടായിട്ട് അത്ര വലിയ അടുപ്പുണ്ടായിരുന്നില്ല കേട്ടോ. അധികം ഉമ്മാൻ്റെ വീട്ടിൽ നിന്ന് വളർന്നുകൊണ്ട് അങ്ങനെ. ഇപ്പോൾ ഗൾഫിലല്ല. പിന്നെ ഞാനും മുത്തുമോനും ചെറിയ കുട്ടികളും മിഥുവിൻ്റെ ഉമ്മ പ്രസവിച്ചെടുക്കുക. അപ്പോൾ പിന്നെ അങ്ങനെ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ്. പിന്നെ മിഥുവൊക്കെ ഒന്ന് പൊടിയാറ് വെച്ച് വന്നതിൻ്റെ ശേഷമായിട്ട് ഞങ്ങൾ പിന്നെ ഞങ്ങളെ സ്വന്തം പെരയ്ക്ക് വന്നിരിക്കുന്നത്. ഞങ്ങൾ പെരയിൽ വരും പോകുകയൊക്കെ ചെയ്യും, പക്ഷേ ഞങ്ങൾ സ്ഥിരം നിൽക്കലുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ കുട്ടികളൊക്കെ ആയ കാരണം ബുദ്ധിമുട്ടല്ലേ അത് കാരണം കേട്ടോ. അങ്ങനെ പിന്നെ തോട്ടിൽ വന്നപ്പോൾ ഈ സൈഡിൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. അവിടെ ഇങ്ങനെ വെള്ളം പിടിച്ച് കെട്ടി നിർത്തിയിരിക്കണം. എവിടെ വെള്ളം കണ്ടാലും ഇറങ്ങുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്താ ഈ വെള്ളത്തിൽ ഇറങ്ങാൻ തോന്നില്ല കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ നാളെ ദിവസത്തെ മുതൽ മുത്തുമ്മ വണ്ടി കഴിക്കാൻ വേണ്ടി വന്നപ്പം നമ്മളെ എന്ത് ചെയ്യുന്നു പെരുന്നാളിൻ്റെ ടൈം ആയിട്ടിരുന്നു. അപ്പോൾ പോത്തിനെ അറുത്തിട്ട് പെട്ടിയിറച്ചി ഇങ്ങനെ തോട്ടിൽ കഴുകുന്നത് ഞാൻ കണ്ടു. ഞങ്ങളിങ്ങനെ വെള്ളത്തിൽ കളിച്ചാൽ അപ്പോൾ ഇതിൻ്റെ പുറത്തൊരു കാക്ക വന്നിട്ട് കല്ലുമ്മ ഇതേമാതിരിയുള്ള കല്ലാളൊക്കെ കണ്ടിട്ട് അപ്പോൾ അറപ്പുറം അവിടെ ഇരുന്നിട്ട് പെട്ടി ഇറച്ചി ഇങ്ങനെ കഴുകുന്നത്. അത് കണ്ടപ്പോൾ അങ്ങോട്ട് ചടച്ചിട്ട് എനിക്ക്, കാരണം നമ്മൾ ഇങ്ങനെ പോത്തിനെ അറുത്ത സ്പോട്ടിലുള്ള പെട്ടി ഉണ്ടാവില്ല, അത് നന്നാക്കാൻ വേണ്ടി കൊടുക്കുന്ന തോട്ടിക്ക്. അത് കണ്ടപ്പോൾ പിന്നെ എല്ലാം ഹിമ്പൊക്കെ കിട്ടുക. പിന്നെ ആ വെള്ളത്തിൽക്കൊന്ന് ഇറങ്ങി കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെള്ളം കലർ തെള്ളി വെള്ളം എന്നിട്ട് ഇറങ്ങാനൊക്കെ പൂതിയുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ കണ്ട രംഗം മനസ്സിൽ നിന്ന് പോവാത്ത കാരണം ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയിട്ടില്ല, കാല് തൊട്ടിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ എന്തായാലും പാടത്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പോകട്ടെ. അവിടെ നല്ല അടിപൊളി പാടമൊക്കെ ഉണ്ട്. അപ്പോൾ ആ പാടം ഇങ്ങനെ കാണാൻ വേണ്ടി പോകട്ടെ. ഇവിടെ ഈ പാടപ്പുറപ്പുറമൊക്കെ പാടങ്ങളൊക്കെ തന്നെ ആയിട്ട് ഞങ്ങൾ ഈ നാട്ടിൽ. ഇവിടെ എത്തിയാൽ നല്ലൊരു പച്ചപ്പ് കാണുള്ളൂ. തിരൂരാണെങ്കിൽ ഇങ്ങനെ പച്ചപ്പൊന്നും കാണില്ല. ഇവിടെ ഇങ്ങനെ പിന്നെ ഒരു പച്ചപ്പിട്ട. അപ്പോൾ ലാലുവിനെ പറയാം, എൻ്റെ നാട്ടിൽ എത്തിയ കണ്ണിനൊരു കുളിർമയാണ്, ഇറക്കാറ് പച്ചപ്പൊക്കെ ഉണ്ട് ഞങ്ങളെ നാട്ടിൽ. അപ്പോൾ ഞാൻ ലാലുവിനെ അങ്ങനെ കളിയാക്കൂട്ടാ, നിങ്ങൾ തിരൂര് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു 5 പൈസക്കില്ല ഞങ്ങൾ നാട് കാണാൻ, കുറേ കടലും കുറേ പുഴയും കാര്യങ്ങളും ഇതൊക്കെ തന്നെയല്ലേ ഉള്ളൂ കാര്യമായിട്ട്. എവിടെ തിരിഞ്ഞാലും കടലേക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ കളിയാക്കും. അപ്പോൾ എന്നോട് പറയാം എൻ്റെ നാട് കാട്ടുമുക്കിലല്ലേ അറിയാം. അപ്പോൾ ഞാൻ അറിയാം ആയിക്കോട്ടെ എൻ്റെ നാട് കാട്ടുമുക്ക് ആയിക്കോട്ടെ. അപ്പോൾ എന്നെ കാണാൻ വരുന്ന മുന്നേ നിങ്ങൾക്ക് അറിയില്ല ഞാൻ കാട്ടുമുക്കെന്നാണ് പെണ്ണെ കാണാൻ വന്നീനീരേതൊക്കെ പറഞ്ഞിട്ട് ഞാനും പറഞ്ഞു കൊടുക്കില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് രണ്ട് പറഞ്ഞങ്ങനെ ഇരിക്കും. അങ്ങനെ അപ്പുറം കണ്ട ആ വെള്ളമില്ല, അപ്പുറം നല്ല കെട്ടി നിർത്തിയിട്ടല്ല വെള്ളം ഉണ്ട്. അപ്പോൾ പിന്നെ ആ വെള്ളത്തിൻ്റെ നിറമൊക്കെ കണ്ടപ്പോൾ എന്തോരം ഇതിട്ടാ. പച്ച വെള്ളമൊക്കെ തന്നെയാണ്, പക്ഷെ കെട്ടി നിർത്തിയ വെള്ളമായപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ ഇറങ്ങാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇതേമാതിരിയൊക്കെ കൈകൊണ്ട് ഇതാക്കണൊക്കെ വെള്ളത്തിലേക്കൊക്കെ കെട്ടി നിൽക്കണമെന്നൊക്കെ കരുതിയിട്ട് ഞാൻ പിന്നെ ഇറങ്ങിയൊന്നുമില്ല. ഞാൻ അവിടെ ചുറ്റോറം നടന്ന ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. എനിക്ക് മെയിനായിട്ടുള്ള പരിപാടി. അങ്ങനെ പിന്നെ അവിടെ ഈ പാടത്ത് ഇതേമാതിരി മഞ്ഞ പൂവൊക്കെ കണ്ടിട്ട് നല്ല രസമായിട്ട് ഈ പൂവ്. ഇത് പിന്നെ ഒരുവിധമുള്ള പൊന്തക്കാട്ടിൽ വേഗം ഉണ്ടാവും. പറമ്പുകളൊക്കെ എവിടെയെങ്കിലും ഒരു കൊമ്പ് കൊണ്ടുപോയി കുഴിച്ചിട്ടാൽ മതി, അതിങ്ങോട്ട് കാട് കെട്ടി ഉണ്ടായിക്കോളും.
അങ്ങനെ പിന്നെ ഈ പാടം നോക്കി എന്ത് രസമാണ് അറിയോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ട് അങ്ങോട്ട് വരാൻ. ഈ പാടം കാണാൻ തന്നെ ഒരു പ്രത്യേക രസമാണ്. നമ്മൾ പാലക്കാട് കൊല്ലംകോടൊക്കെ പോയല്ലോ, അന്ന് കണ്ട അതേയൊക്കെ പാടത്തിൻ്റെ അതേ ഒരു വൈബ് കേട്ടോ. പാടത്തിൻ്റെ നടുക്ക് തെങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നേരിട്ട് കാണാനാണ് അടിപൊളി കേട്ടോ. അങ്ങനെ പിന്നെ ഇങ്ങനെ എന്താ പറയുക, പെരയിലിരിക്കാൻ പഠിച്ചിട്ടാണ് ഇവൻ്റെ ഇതിൽ ഇറങ്ങി കൂടിയത്. അപ്പോൾ പാവം ഓനവിടെ വണ്ടി ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ തൊടു മുഴുവൻ തിണ്ടി അടക്കുന്നിട്ട് എനിക്ക് കാര്യമായിട്ടുള്ള പണി. മിതുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു, പക്ഷെ മിതു ഇല്ല കേട്ടാ. ഓൻ മദ്രസക്ക് പോയ കാരണം ബോറടി ഇട്ട, കാരണം ഓൻ വണ്ടി കഴിക്കാൻ ഞാൻ ഒറ്റക്കായില്ലേ. അങ്ങനെ പിന്നെ അവിടെ ഇങ്ങനെ മേപ്പോട്ടൊക്കെ ഇങ്ങനെ നടന്നപ്പോൾ ഇതേമാതിരി ഞാൻ കുറേ പന്തി കാടും അതും ഇതൊക്കെ പറിച്ച് ഇങ്ങനെ നടക്കുന്നിട്ട്. അപ്പോൾ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, അല്ല ഇപ്പം ഇത്തിരി വന്നിട്ട് എൻ്റെ വെയ്ത്താലെന്നൊക്കെ ചോദിച്ചിട്ട്. ഞാൻ അവനോട് പറഞ്ഞത് ഞാനും വണ്ടി കേൾക്കാൻ കൂടാന്ന് പറഞ്ഞിട്ടാണ് അവൻ്റെ വെയ്ത്താലും കയറി കൂടിയിരിക്കുന്നത്. എനിക്ക് കാര്യമായിട്ട് എന്താണ് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് രാവിലെ തന്നെ ഇങ്ങനെ ഇറങ്ങും, നല്ല രസമുള്ള മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ. തിരൂരാകുമ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ, കാരണം തിരൂർ ഇതേമാതിരി തണുപ്പും കാര്യങ്ങളും മഞ്ഞും കാര്യങ്ങളും ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. തണുപ്പൊന്നും വല്ലാതെ ഇല്ല, അപ്പോൾ അങ്ങനത്തെ തണുപ്പ് പെരുംജാതി തണുപ്പാണ്. കാരണം ഞങ്ങൾ പെര ഒഴിഞ്ഞ സ്ഥലത്തേക്കാരം എല്ലാ തണുപ്പേക്കാരം, ചൂടാണെങ്കിൽ നല്ല ചൂട്, തണുപ്പാണെങ്കിൽ നല്ല തണുപ്പേക്കാരം. അപ്പം ഞാൻ അങ്ങനെ പറയും, തിരൂരിൽ പാങ്ങെത്തി അപ്പം തുടങ്ങും എനിക്ക് തുമ്പലും കാര്യങ്ങളും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ പഠിച്ചോണ്ട് എനിക്ക് അലർജീൻ്റെ തുടക്കം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടായിരുന്നു. കാരണം തണുപ്പൊക്കെ എടുത്തു കൂടെ പോയി ഞാൻ തുമ്മിയിട്ടും കുറച്ചിട്ടും നിൽക്കില്ല കേട്ടോ. പിന്നെ അമ്മ പറയും ഞങ്ങൾക്ക് ഇവിടെ അത്യ അസുഖങ്ങളായിക്കാരം. കാരണം എന്താ പറയുക, അമ്മ പറയുന്നതിലും കാര്യമുണ്ട്. തിരൂരാകുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പാങ്ങിലെത്തിയ പിന്നെ തണുപ്പും കാര്യങ്ങളും എനിക്ക് സഹിച്ചില്ല, നല്ല തണുപ്പേക്കാരം. അപ്പോൾ ഓലറിയും ഞങ്ങൾക്കൊരു കുഴപ്പമില്ലല്ലോ. പക്ഷെ ഞാൻ പറയും നിങ്ങളിങ്ങനെ നിന്ന് ശീലമായിട്ടാണ് നിങ്ങൾക്ക് തണുപ്പില്ലാത്തത്. എനിക്ക് ഇങ്ങോട്ട് എത്തുമ്പോഴൊക്കെ ഞാൻ കരേക്കാട് എത്തുമ്പോൾ എല്ലാ തണുപ്പേക്കാരം. അവിടെ കാട് ഏരിയ ആയ കാരണം പെരേക്ക് എത്തുമ്പോഴത്തേന് ഞാൻ തുമ്മലും പാരയൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. അത് ഞാൻ അങ്ങനെ പറയും ചെയ്യും, വല്ലാത്തൊരു കഷ്ടമാണത്. പണ്ട് തണുത്തവെള്ളമല്ലാതെ ഞാൻ കുടിച്ചിരുന്നില്ല, ആ സ്ഥാനത്തിപ്പൊക്കെ തണുത്തവെള്ളം കുടിച്ചാൽ പേടിയാണ്, കുരയൊക്കെ വേഗം വരും എനിക്ക്. അങ്ങനെ അലർജീൻ്റെ പ്രശ്നം തുടങ്ങി വെക്കണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നിട്ട് ഇങ്ങനെ നടക്കലട്ടെ ഞാൻ. അങ്ങനെ പിന്നെ എന്തായാലും ടെസ്റ്റൊന്നും ചെയ്ത് നോക്കിയിട്ടില്ല അലർജീൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ എന്തായാലും അലർജി ഉണ്ടാവും കേട്ടോ. കാരണം രാവിലെ പല്ലും മുറൊക്കെ തേച്ച് ഉള്ളിൽ എടുക്കുമ്പോഴൊക്കെ തന്നെ തുമ്മിയിട്ട് കുറച്ചിട്ട് നിൽക്കില്ല കേട്ടോ. തുമ്മി എട്ടങ്ങറാവും, രാവിലെ അങ്ങോട്ട് തുടങ്ങും തുമ്മൽ. അങ്ങനെ പിന്നെ ഞാൻ എനിക്കൊരു തരം പിരാന്താട്ടോ, ആ പൂവൊക്കെ പറിച്ച് നിന്നിട്ട് ആ തോട്ടിൽ ഇട്ടിട്ട് അതിനിപ്പോൾ അങ്ങനെ വെള്ളത്തിൽ ഒളിച്ച് കൊണ്ട് കാണാൻ പ്രത്യേക രസമാണല്ലോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ മുത്തുമ്മ പറഞ്ഞിട്ട് വേറിട്ട്, കാരണം ഓൻ്റെ ഇത്താരം ഞാൻ വന്നിട്ട് ഞാൻ ഈ തൊടും മുഴുവൻ തിണ്ടി അടക്കുന്നു. പിന്നെ ഓൻ ഒറ്റക്കായപ്പോൾ പാവം തോന്നിട്ടോ, പിന്നെ ഓൻ്റെ അടുത്തേക്ക് പോകാമെന്ന് കരുതിയിട്ട് ഞാൻ അവിടെ അങ്ങനെ പിന്നെ ഓൻ്റെ അടുത്തേക്ക് തന്നെ അവിടെ പോകുന്നിട്ടോ. പോണ വഴിക്ക് ഇതേമാതിരി ഇങ്ങനെ വഴിയൊക്കെ തൂർന്ന് നിൽക്കണം, അപ്പോൾ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ആ ഒരു പോക്കില്ല തോന്നുന്നുണ്ട് കേട്ടോ. ആകെ കാടും പന്തിയൊക്കെ കിട്ടിയിട്ട്. പക്ഷേ ആ പാലത്തുമ്മ ഇങ്ങനെ ഇരുന്ന് ഫോട്ടോ എടുക്കാനൊക്കെ നല്ല രസമായിട്ട്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ആ പാലത്തുമ്മക്ക് ഇരുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ഞാൻ ഒറ്റക്കായ കാരണം പിന്നെ അങ്ങനെ എൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ മെയിനായിട്ട് വന്നിട്ട് എന്തിനാ വെച്ചാൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ തോട്ടിൻ്റെ നടക്കുക പാലം അങ്ങനെ കിടക്കണം നല്ല രസമില്ലേ. അങ്ങനെ പിന്നെ ഞാൻ വെള്ളമൊക്കെ ചാടി കടന്ന് എന്തായാലും ഓൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നു. പാവം ഓന് വണ്ടി ആക്കി പകുതി എത്തിക്കുന്നു കേട്ടോ. അപ്പോൾ എന്നെ അങ്ങനെ കളിയാക്കിയാണ് മിഥുനായിട്ട് വന്നിട്ടാണെങ്കിൽ വള്ളയിൽ മുക്കി തന്നീന്ന് പറഞ്ഞിട്ട് കളിയാക്കിന്നിട്ട്. അങ്ങനെ പിന്നെ ഓൻ്റെ വണ്ടി കൈകളൊക്കെ ഏകദേശമൊക്കെ ഇങ്ങനെ തുടങ്ങി പകുതിക്കൊക്കെ എത്തി ആ ഒരു ലെവലിൽ എത്തിക്കണം. അങ്ങനെ പിന്നെ ഓൻ വണ്ടി കഴിക്കണ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരിക്കുകയെന്നിട്ട് പിന്നെ ഓൻ അതൊക്കെ ഉണ്ടാക്കിയിട്ട് അതേമാതിരി എന്താ പറയുക വണ്ടിമൊക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല വെള്ളം ഒഴിച്ച് തുടച്ച് കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ അവൻ്റെ പരിപാടി. അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയുന്നിട്ട് ഞാൻ ചെയ്തു തരാം. അപ്പോൾ ഓൻ എന്നോട് കളിയാക്കിയെന്ന് വെച്ചാൽ മെയിനായിട്ട് വന്നിട്ട് നമുക്ക് എൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടല്ലേ, അല്ലാതെ ഇപ്പോൾ സഹായിച്ചാൽ വന്നോന്നല്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അത് സത്യം തന്നെയല്ലേ പറഞ്ഞിട്ട്. കാരണം ഇച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ട, ഇച്ച് ഒരു കണ്ടൻറ്റും ഇല്ല. ഇപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ നിങ്ങളൊക്കെ വിറ്റിട്ടാണ് ഇതിൻ്റെ ഓരോ കണ്ടൻറ്റ് പറഞ്ഞിട്ട് അവനെ കളിയാക്കിയത്. അതിന് പിന്നെ വണ്ടിയിൽ നിന്ന് സീറ്റും കാര്യങ്ങളൊക്കെ പുറത്തടിച്ചിരിക്കണം കേട്ടോ. ഓന് ഇങ്ങനെ തുടച്ച് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഷീറ്റൊക്കെ പുറത്തൊക്കെ ഇട്ടിട്ട് ഓനോട് നല്ല കാര്യമായിട്ട് വണ്ടി കഴുകട്ടെ. അപ്പോൾ ഞാനത് കണ്ടിട്ട് ചെറിയ നമ്മൾ ഈ കുട്ടികളെ തലക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തിരിച്ചില്ല കുളിപ്പിച്ചുമ്പോൾ എന്നാൽ മാതിരി ഇപ്പം ടയറിന് ഈ ഒരു സംഭവമുണ്ടല്ലോ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഇട്ട് തിരിപ്പിച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നു എന്തായാലും ഇപ്പാക്ക് ലൈവായിട്ട് ഇങ്ങനെ വീഡിയോസുകൾ ഇരുന്ന് കാണാൻ അറിയുന്നുണ്ട്. അപ്പോൾ എന്നോട് അറിയുന്നു ഞാൻ അഞ്ച് വീഡിയോ ഇങ്ങനെ എടുത്ത് വെച്ചെന്നിട്ട് ഇനിയിപ്പോൾ ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ ചീത്ത അറിയട്ടേന്ന്. കാരണം വീഡിയോ ഇപ്പം എൻ്റെ യൂട്യൂബ് വീഡിയോ സ്ഥിരം ഇപ്പം ആദ്യം ഇരുന്ന് കാണും കേട്ടോ. വീഡിയോ ലിങ്ക് അതായത് യൂട്യൂബിൽ വീഡിയോ ഇട്ടാൽ ലിങ്ക് ഇപ്പാക്ക് അയച്ചു കൊടുത്ത് അപ്പം ഇരുന്ന് കാണും ചെയ്യും, കമൻറ്റ് ഇടും ചെയ്യും. അപ്പോൾ എന്നോട് പറയുന്നിട്ട് ഇജ്ജ് വീഡിയോ എടുക്കുക എന്നിട്ട് കുറ്റങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പം എന്നെ വിളിച്ചിട്ടാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു അത് സാരമില്ല, എനിക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടിടോ വീഡിയോ എടുക്കാനെന്നൊക്കെ പറഞ്ഞ് ഓനെങ്ങനെ പിരി കയറ്റി എന്നിട്ടാ. ആങ്ങളും പെങ്ങളുള്ള തല്ല് കാരണം ഇതൊക്കെ തന്നെ കേട്ടോ. വെറുതെ കാര്യമില്ലാതെ ഓരോന്ന് ഏതുണ്ടാക്കിയിട്ട് എൻ്റെ അമ്മ എപ്പോഴും പറയട്ടെ ഇജ്ജ് വന്നാൽ 2 ദിവസം നല്ലപോലെ കയറാം, 3-ാം ദിവസം തല്ലൂടിയിട്ടേക്കാരം. കാരണം എന്താ വെച്ചാലും ഞാനും ഓളിങ്ങനെ പിരാന്തിപ്പിച്ച് ഓരോന്ന് കാട്ടിക്കൂട്ടും, ഓലും ഇന്നെ ഈറടിപ്പിച്ച് ഓരോന്ന് കാട്ടും. അമ്മ പറയും ചേച്ചി വന്ന് എൻ്റെ തൊള്ളക്കൊരു തൊയിലുണ്ടാവില്ല അറിയട്ടെ, വെറുതെ തല്ലൂടി ഇങ്ങോട്ട് ഇങ്ങനെ നടക്കും. അപ്പം ഞാൻ പറയും എന്താ എടുക്കും ഇവിടെയൊക്കെ വരുമ്പോഴേ ഇങ്ങനെ തല്ലൂടാൻ പറ്റുള്ളൂ, അവിടെ ഞാൻ ഒറ്റപ്പെട്ടൊരു ജീവിതമാണ്, ഇവിടെ വരുമ്പോഴൊക്കെ അല്ല നിങ്ങളായിട്ടൊക്കെ ഏതുണ്ടാക്കാൻ പറ്റുള്ള അറിയട്ടെ. ഞാൻ അങ്ങനെ സോപ്പിടും കേട്ടോ. ഞാൻ എന്ത് പറയാനും സോപ്പിട്ട മയങ്ങുന്ന ആൾ മിതു കേട്ടോ. അവരോട് പിന്നെ എന്ത് പറയാനും ഓണ്ട് വിശ്വസിക്കും. പിന്നെ അങ്ങനെ ഒന്നും കിട്ടൂല കേട്ടോ.
അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോ അവിടെ ഓണാക്കി വെച്ചിട്ട് ഞാൻ ഓൻ്റെ അടുത്ത് ഇങ്ങനെ പോയിട്ട് ഓരോന്ന് എഴുതുണ്ടാക്കി പറയുന്നിട്ട് ഓനെ കളിയാക്കി എന്നിട്ടാ. അങ്ങനെ പിന്നെ ഫോൺ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ കോപ്പൻ്റെ അടിയിൽ ഞാൻ ഇതേമാതിരി വാഴൻ്റെ ഇല വെച്ചിട്ടും അങ്ങനെ ഫോൺ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കേട്ടോ. കാരണം ട്രൈപോഡ് എപ്പോൾ കൊടുത്താലും ഞാൻ ബാഗിലിട്ട് അങ്ങനെ കൊണ്ടുനടക്കുന്നതല്ലാതെ പുറത്തേക്ക് എടുക്കില്ല കേട്ടോ. ട്രൈപോഡും മൈക്കും കാര്യങ്ങളൊന്നും എന്താണെന്നാവട്ടെ വീഡിയോക്ക് വോയിസ് ഓവർ എടുക്കുന്നതായിട്ട് ഭയങ്കര ഇഷ്ടം. അങ്ങനെ അപ്പോൾ പിന്നെ ഇപ്രാവശ്യം വന്നപ്പോൾ പിന്നെ മൈക്കും ട്രൈപോഡൊന്നും എടുത്തിട്ടില്ല. ഒരു ദിവസത്തിന് വേണ്ടി വന്നതാണ്. രാത്രി വന്ന് പിറ്റേന്ന് പരിപാടി കഴിഞ്ഞാൽ തിരൂർക്ക് പോവുകയും ചെയ്യും. അപ്പോൾ പിന്നെ ട്രൈപോഡും മൈക്കൊന്നും വിളിച്ച് തരണ്ടല്ല വെച്ചിട്ട് ഞാൻ എടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇപ്പോൾ എടുക്ക് പോകണം ട്രൈപോഡൊക്കെ വേണട്ടെ. കാരണം ഇതേമാതിരി പെട്ടെന്നൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ എടുക്കാനുള്ള അവസരം വന്നാൽ എല്ലാവരും മുക്കിലൊക്കെ ഫോൺ കൊണ്ടുപോയി കുത്തിച്ചേരിച്ചിട്ട് വീഡിയോ എടുക്കേണ്ടി വരും. അങ്ങനെ ഓനായിട്ട് ഓരോന്ന് പറഞ്ഞ് ഏതുണ്ടാക്കി ഇങ്ങനെ നിന്നപ്പോൾ എന്നോട് പറഞ്ഞാൽ മിണ്ടാത്തൊരു ഭാഗത്തവിടെ പോയി ഇരുന്നിട്ട്. അപ്പോൾ പിന്നെ ഞാൻ ഒന്ന് നിർത്തി. ഞാൻ വണ്ടി ഓനെ വലിച്ചിട്ട് സീറ്റിൽ അവിടെ കയറി ഇരുന്നിട്ട് ഇപ്പാൻ്റെ വണ്ടിൻ്റെ ഷീറ്റുകൊണ്ട് വലിച്ചിട്ടിരുന്നു. അപ്പോൾ അതിമ്മ ഇങ്ങനെ ഇരുന്നിട്ടോ വണ്ടി കൂടെയൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പാവം ഇങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ സഹായിച്ചെന്ന് ചെല്ലുമ്പോൾ ഓനക്കത് ഭയങ്കര ഉപദ്രവമാട്ടെ. കാരണം ഞാൻ ചെയ്യണമെന്ന് പറ്റില്ല, ഓൻ ചെയ്യുന്ന പറ്റില്ല. അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തല്ലുടിങ്ങോണ്ട് നിൽക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞാൽ മിണ്ടാത്ത അവിടെ ഒരു ഭാഗത്ത് അവിടെ പോയിരുന്ന ആളെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ഞാനും ഓനായിട്ട് ഓരോ വർത്താനം പറയട്ടെ. കാര്യമായിട്ട് വർത്താനം പറയുന്നത് എന്താ വെച്ചാൽ ഞാനൊരു ഷോർട്സ് എടുക്കാനുള്ള ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കട്ടോ. ഇങ്ങനെ ഇപ്പോഴത്തെ ട്രെൻഡിങ്ങിലുള്ള വീഡിയോ ഉണ്ട്, ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ ഓൻ അതിനനുസരിച്ചുള്ള മോഡലും കാര്യങ്ങളൊക്കെ അങ്ങനെ പറഞ്ഞു തരുന്നു കേട്ടോ. പിന്നെ ഇവൻ അങ്ങനെ ഇങ്ങനെ ഒന്നിനും വീഡിയോ എടുക്കാൻ അങ്ങനെ കാര്യമായിട്ട് കിട്ടുന്നില്ല. മിഥുന് പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സോപ്പിട്ടാൽ എന്തെങ്കിലും വേങ്ങി തരാമെന്നൊക്കെ പറഞ്ഞ് സോപ്പിട്ടാൽ ഓൻ പിന്നെ എന്തും ചെയ്യും കേട്ടോ. ഇവരെ പക്ഷേ അങ്ങനെ ഇങ്ങനെയൊന്നും ഒരുവിധമുള്ള ഒന്നിനും കിട്ടൂല. അപ്പോൾ വീഡിയോ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പറയും ഇജ്ജ് ഇന്നെ വിറ്റിട്ടല്ല ഇജ്ജ് ഇങ്ങനെ വീഡിയോ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ പറയാം അങ്ങനെയും നിങ്ങളായിട്ടൊരു ഉപകാരം വേണ്ടടൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തരട്ടെ ഞങ്ങൾ തമ്മിലുള്ള തല്ല്. വെറുതെ ഒന്ന് രണ്ട് അങ്ങോട്ട് കൂടെ ഓരോന്ന് പറയും. എന്നിട്ട് താങ്ങും ഞാനും അവനിട്ട് താങ്ങും. ഞങ്ങൾ പിന്നെ അങ്ങനെയായിട്ടാണ് അങ്ങോട്ട് കൂടെ നല്ല പാരയിക്കാരട്ടോ. എന്നിട്ട് ഞാൻ അങ്ങോട്ട് തിരിയിലെത്തിയാലോ ചെന്നാൽ വരുന്നു ചോദിച്ചപ്പോഴാണ് വരുന്നു വെച്ചിട്ട് ഒരു തൊയിലാൻ തരില്ല രണ്ടും. അവിടെ എത്തിയാൽ കീരും പാമ്പിക്കാരം. എൻ്റെ അമ്മക്ക് ഞാൻ അവിടെ വന്നാലും ഒരു തൊയിലുണ്ടാവില്ല. എൻ്റെ അമ്മ എപ്പോഴും പറയും ഇജ്ജ് ഇവിടെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇജ്ജ് വന്നാൽ മൂന്നും കൂടി തല്ലേക്കാരം എന്നറിയിട്ടാ. കണ്ടാൽ കീരും പാമ്പിക്കാരം. പക്ഷേ ഞാൻ തിരൂർക്ക് കൊണ്ട് പോന്നാലുള്ളോ പിന്നെ സ്റ്റാറ്റസൊക്കെയും സ്റ്റോറിയൊക്കെയും മെൻഷൻ ചെയ്യൽ തിരക്കേക്കാരം. പാങ്ങിലെത്തിയാലോ രണ്ടും കണ്ടെത്തി ചേരൂല. അപ്പോൾ ഞാനങ്ങനെ പറയട്ടെ ഉമ്മാട്. കാരണം എന്താ പറയുക ഓൻ ഇടയ്ക്കിടയ്ക്ക് സ്റ്റാറ്റസ് എൻ്റെ ഫോട്ടോ ഞാനും ഓന് നന്നായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ സ്റ്റോറി ഇടും മെൻഷൻ ചെയ്യും. അതൊക്കെ കാണുമ്പോൾ സങ്കടമൊക്കെ തോന്നും. പിന്നെ എന്താ ചെയ്യുക, നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്നത് പിന്നെ നമ്മൾ തിരിച്ചെടുത്ത് നിൽക്കുക തന്നെ വേണ്ടേ. നമ്മളെ പെരേത്തൊരു വിരുന്നേരല്ലേ കാരല്ലേ. ആ ഒരു അവസ്ഥ ഉണ്ടായാലേ പിന്നെ പാക്ക് വരുമ്പോൾ വലിയ പൊലിവെക്കാറ്. 2 ദിവസം നല്ല രസമാക്കാറ്. 3-ാം ദിവസം പിന്നെയും തുടങ്ങി കയറിയും പാമ്പൊക്കെയായിട്ട്. അപ്പം എൻ്റെ പറയും എൻ്റെ സ്വഭാവം കൊണ്ടാണ് കുട്ടികൾ നല്ലപോലെ എണീറ്റാണ് വില കടിച്ചിട്ടറിയില്ല. കാരണം ഇവർ ഉറക്കനെ വർത്താനം പറയുന്നത് ഒന്നും വെച്ച് പറ്റില്ല. ഞാനങ്ങനെ ഒറ്റപ്പെട്ട് ഇങ്ങനെ പെരയിൽ നിന്ന ശീലമായ കാരണം എനിക്കങ്ങനെ ഉറക്കനെ വർത്താനം പറയുമ്പോഴൊക്കെ ഞാൻ പറയും തലവേദന ആവണം അറിയട്ടെ. കാരണം നമ്മൾ ഒച്ചയില്ലാതെ പെട്ടെന്ന് ഒച്ചപ്പാടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടല്ലേ. അതുപോലെ ഇപ്പം അങ്ങനെ ഫോണിൽ പാട്ട് വെക്കും, പെരൻ്റെ ഉള്ളിൽ സെപ്പിൽ പാട്ടിടും. അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ പറയും ഒന്ന് സൗണ്ട് അടച്ചു വിടുക, അല്ലെങ്കിൽ റൂമിൻ്റെ വാതിൽ അടച്ചു വിടുക അങ്ങനെ ഏതുണ്ടാക്കും. അപ്പോൾ ഓല് സ്ഥിരം ചെയ്യുന്ന ആൾക്കാർ അത് നിർത്തിവെക്കാൻ ഓർക്കും പറ്റില്ലല്ലോ. അപ്പോൾ അതിന് രണ്ടാൾ തല്ലൂടായിട്ട് എൻ്റെ അമ്മ പറയും ചെയ്യും. എനിക്ക് ഒറ്റപ്പെട്ട് നിന്ന് ശീലമായിട്ടാണ് നമുക്കൊന്നും പറ്റാത്തതാണ് ചീത്ത അറിയിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓനിങ്ങനെ വണ്ടി തുടച്ചപ്പോൾ പിന്നെ പാവല്ലേ പിന്നെ ഞാനും വണ്ടി തുറക്കാനൊക്കെ കൂടി. അങ്ങനെ ഞങ്ങളെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ പെരേക്ക് തിരിച്ച് പോവാട്ടെ. അങ്ങനെ തോടിനോട് യാത്രയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോന്നിട്ടാണ്. പിന്നെ എന്തായാലും മദ്രസിൻ്റെ ബാക്കിൽ തന്നെ ആയിരുന്നു തോട്. അവിടെ മതിലും കാര്യങ്ങളൊന്നും കെട്ടിയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു കേട്ടു ചെറിയ ചെറിയ കുട്ടികളൊക്കെ മദ്രസക്കൊക്കെ വരുമ്പോൾ എന്ത് ബുദ്ധിമുട്ടായിക്കാരല്ലേ ഇങ്ങനെ തോടും ഇങ്ങനെ ബാക്കിലൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പേടി ബേജാറൊക്കെ തന്നെ ഉണ്ടായിക്കാരം. പിന്നെ ഉസ്താദ്മാർ നോക്കും അതാട്ടാ ഉള്ളതും. ഇതുവരെയായിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നു. പിന്നെ പെരേക്ക് പോകട്ടെ വണ്ടി കഴുകലൊക്കെ കഴിഞ്ഞല്ലോ. അങ്ങനെ പിന്നെ ഞാൻ ഓനോട് പറഞ്ഞു നമുക്ക് കുളത്തേക്ക് പോകണം എന്നൊക്കെ കേട്ടോ. പിന്നെ നേരമില്ല. കുളത്തൊക്കെ പോയാൽ പിന്നെ പരിപാടിക്ക് പോകാൻ മാറ്റാനും ഒരുങ്ങാനൊന്നും നേരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം പോകുന്നു. അങ്ങനെ ഓന് വണ്ടി നിർത്തിയിട്ട് അയൽവാസിൻ്റെ പോയി ബക്കറ്റും പാട്ടയും ബക്കറ്റും പാട്ടും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ തന്നു. അങ്ങനെ സിമെൻറ്റ് ബക്കറ്റല്ല പെയിൻറ്റ് ബക്കറ്റാണ്. ആ പെയിൻറ്റ് ബക്കറ്റൊക്കെ ഇട്ട് ഞാൻ പിന്നെ പെരേക്ക് പോന്നിട്ട് പിന്നെ പാപ്പാൻ്റെ തൊടിയിൽ ഫുള്ള് പന്നിയും കാടൊക്കെ വെട്ടി നല്ല നിരന്ന സ്ഥലമായിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പന്നികളൊക്കെ കളിച്ചാൽ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ. അങ്ങനെ പിന്നെ പന്തൊക്കെ വെട്ടിയപ്പോൾ തന്നെ കുറേ വൃത്തി. അങ്ങനെ പെരയിലെത്തിയപ്പോൾ ചപ്പാത്തിയും ചെറുപ്പയർ കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ ചെറുപ്പയർ കറിയും ചപ്പാത്തിയൊക്കെ കൂട്ടി ചായ അടിച്ചിട്ട് എനിക്കെന്താണ് രാവിലെ ചപ്പാത്തി ഭയങ്കര പൈപ്പായിക്കാരട്ടെ. എന്നാൽ തിന്നിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ തിന്നാൽ പിന്നെ ഭയങ്കര പൈപ്പ് തോന്നും. എന്നാൽ പൈപ്പ് ഉണ്ടാകുമ്പോൾ തിന്നാൽ അതും ചെയ്യൂല. അങ്ങനെ ഒരു സ്വഭാവമായിട്ട് ചപ്പാത്തി വെച്ച് വല്ലാതെ പോകില്ല കേട്ടോ.
അങ്ങനെ പിന്നെ മാറ്റിയൊരുങ്ങലൊക്കെ കഴിഞ്ഞ് പിന്നെ ലാലും ഉമ്മയും വന്ന് പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ പരിപാടി സ്ഥലത്തൊക്കെ പോവട്ടെ. പരിപാടി എവിടെ വെച്ചാൽ വങ്ങാടാട്ടാ. പിന്നെ അത് അതിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പുതിയ ചെരുപ്പിട്ടുള്ള ഷോ ആട്ടാ കാണുന്നത്. എനിക്ക് എന്താടാ ഈ ചെരുപ്പിട്ടപ്പോൾ നടക്കാനൊരു പേടിയിട്ട, കാരണം ഹീലില്ലാത്ത ചെരുപ്പ് കുറേ കാലത്തുണ്ട് ഹീലില്ലാത്ത ചെരുപ്പ്. എന്നിട്ട് ഹീലൊക്കെ പറ്റ ഒഴിവാക്കി ഊരവേദന എടുത്തിട്ടിട്ട് നമ്മൾ ലോങ് ഇങ്ങനെ കുറേ ടൈം നടക്കുമ്പോഴൊക്കെ വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ കുഴപ്പമില്ല, കുറേ നടക്കുമ്പോഴൊക്കെ ഊരവേദന എടുക്കും. അത് കാരണം ഞാൻ ഒഴിവാക്കിയത്. ഇപ്പോൾ എന്താണ് കുറേ കഴിഞ്ഞപ്പോൾ ഒരു പൂതി ഹീലിടാൻ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ഹീലുള്ള ചെരുപ്പ് എടുത്തിട്ട് അപ്പോൾ ആ കേടായിട്ട് ഇങ്ങനെ നടക്കുന്നു. ഇമ്മ അയൽവാസി തത്താനായിട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നിട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങളപ്പോൾ കൂടി ഓട്ടോറിക്ഷയിലും ഇതും ലാലും കൂടി ലാലുവിൻ്റെ ബൈക്കിൽ വരാറിട്ട്. ഇത് പിന്നെ ആദ്യം തന്നെ പറഞ്ഞിട്ട് കിട്ടാൻ അളിയൻ്റെ വീട്ടാലാണെന്ന് പിന്നെ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് എന്നിട്ടാ. അപ്പോൾ പിന്നെ ഓനും ലാലും കൂടിയും ഇങ്ങനെ സ്കൂട്ടിമ്മയും പോകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓട്ടോറിക്ഷയും പോന്നിട്ട് ഞാൻ ഇമ്മ തിരുവരുത്ത അമ്മ മുത്തുമോനൊക്കെ കൂടി ഓട്ടോറിക്ഷയിൽ പോന്നിട്ടാ. പിന്നെ എപ്പോഴും ഇവനങ്ങനെ പറഞ്ഞ് കളിയാക്കിയിട്ട് മറ്റേ ഇപ്പാൻ്റെ വീട്ടാലേന്ന് ഇപ്പാൻ്റെ സ്ഥാനം ഇനി കണക്കാണെന്നൊക്കെ ഇങ്ങനെ പറയിട്ട്. എന്നാലും ഇപ്പാരുണ്ടാകുമ്പോൾ അത് വേറെ രസമാണ്, ഇപ്പാരെ വീട്ടിലൊക്കെ പോകുമ്പോൾ. അങ്ങനെ പിന്നെ പോണ വഴിക്കതാ അത്തിപ്പറ്റെത്തിയപ്പോൾ പാടും കാര്യങ്ങളൊക്കെ ഇട്ടല്ലോ, അടിപൊളി പാടൊക്കെ ആയിട്ട് അവിടെ. പിന്നെ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഫുള്ള് കൃഷി സ്ഥലങ്ങളാട്ടോ അധികം. പിന്നെ ഇതാട്ടോ അത്തിപ്പറ്റ ഉസ്താദിൻ്റെ ഖബർ ഈ പള്ളീൻ്റെ ഉള്ളിലാട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുമ്പാടെ കയറണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും മുത്തമ്മേൻ്റെ മോളോടൊക്കെ പോകട്ടെ, എൻ്റെ ഏട്ടത്തിയാട്ടോ. അങ്ങനെ പിന്നെ മോളോടൊക്കെ പോയി. മുത്തമ്മേൻ്റെ മോള് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഏട്ടത്തിന്നല്ലേ കരുതത്തൊക്കെ പൊട്ടത്തരല്ലേ ഞാൻ പറയുന്നത്. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ പോയി ഓളോട് എത്തിയിട്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ വല്ലാതെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ ചെന്നപ്പം എല്ലാവരും പരിപാടിക്ക് വന്ന് തുടങ്ങണുള്ളൂ. പിന്നെ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് പരിപാടി. പിന്നെ പെര കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പെരയിൽ വന്നിട്ട് ഫുഡ് കഴിക്കാനായി എന്നിട്ട് ഓഡിറ്റോറിയത്തേക്ക് പോയി. പിന്നെ ചെന്ന സ്പോട്ടിൽ തന്നെ ഞങ്ങൾക്ക് ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കൂടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പെര കാണാൻ വേണ്ടി നിന്നിട്ട്. അങ്ങനെ പിന്നെ ആദ്യം തന്നെ ഞാൻ പോയത് നിസ്കാര റൂം കാണാനായിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട്. ഈ ഒരു ഭാഗം നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. എല്ലാവരും ഇങ്ങനെ വീഡിയോ സ്റ്റാറ്റസൊക്കെ വെച്ചപ്പോൾ തന്നെ ഞാനിപ്പം നമുക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ കൂടുതൽ ഇഷ്ടപ്പെട്ടല്ലോ. അങ്ങനെ ഇഷ്ടപ്പെട്ട സ്ഥലമാണ് നിസ്കാര റൂമിൽ നിന്നിട്ട്. അങ്ങനെ പിന്നെ എല്ലാവരും കൂടി പെര കാണാൻ വേണ്ടി ചുറ്റിക്കറങ്ങി നടന്ന് കാണാം. അതിൻ്റെ ഇടയിൽ ഇത് കാട്ടുന്ന പരിപാടി ഉണ്ട്, എല്ലായിടത്തും ക്ലാസ്സാണ്. അപ്പോൾ ഓരോ കണ്ണാടി പോയിട്ട് അവൻ്റെ മുടിയൊക്കെ നോക്കി കേടാട്ടാട്ടം. അങ്ങനെ പിന്നെ ഞങ്ങൾ റൂമുകളൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞപ്പോൾ ഇവിടെ വന്നപ്പോൾ ലാലു കണ്ണാടാണ്ട്. അപ്പോൾ ലാലു അവിടുന്ന് മുടിയും താടിയൊക്കെ ശരിയാക്കാൻ കിട്ടും. അപ്പോൾ ഞാൻ ആ കളിയൊക്കെ പെണ്ണ എനിക്കില്ലാത്ത കടിയും പവറാണ് നിങ്ങൾ അളിയന്മാർക്ക് പറഞ്ഞിട്ട്. ഇവർ രണ്ടാളും കണ്ണാട എവിടെ കണ്ടാലും കണ്ണാടി നോക്കി കേടാട്ടാട്ട. മുത്തുമ്പോൾ പിന്നെ കാര്യമായിട്ട് ഫോണിലതോ കണ്ടുകൊണ്ട് നടക്കണം, അതിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ പിന്നെ ഓലെല്ലാവരും കണ്ണാടി നോക്കി. പിന്നെ ഞാനുണ്ട് കണ്ണാട കണ്ട വീട്ടിൽ ഞാനും കണ്ണാടൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ ലാലു നമുക്ക് ഫോട്ടോ എടുക്കാനിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി വന്നിരുന്നിട്ട്. എന്നിട്ട് മറ്റാൾക്കാർ രണ്ടാൾക്കാർ അത് അവിടെ വന്ന മുട്ടെന്തൊക്കെയും പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവിടെ ഇങ്ങനെ പോകുന്നപ്പോൾ റൂം എത്തിയപ്പോൾ ഇതന്നിട്ട് അവസ്ഥ കണ്ണാടട്ടോ. പിന്നെ കണ്ണാട എവിടെ കണ്ടാലും നമ്മൾ നോക്കാതെ ഒന്നും പോകില്ലല്ലോ. ഒന്ന് അവിടെ കടന്ന് ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞ് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ ഞാൻ ബാത്റൂമും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി വന്നപ്പോൾ ലാലു അവിടുന്ന് കണ്ണാടി നോക്കിയപ്പോൾ റൂമിൽ വന്നപ്പോഴും കണ്ണാടി നോക്കണം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാക്കി. എന്നിട്ട് ലാലുവിന് എന്താ പറയുക, സ്വാഭാവികമായിട്ട് നമ്മൾ പെണ്ണുങ്ങൾക്കല്ലേ കണ്ണാട കണ്ട ഭയങ്കര കടിയും പവറും. ഞാൻ പറയും പിന്നെക്കാട്ടും കടിയും പവറല്ല പെങ്ങൾക്ക് കയറിയിട്ട് ഞാൻ ഓരോന്ന് പറഞ്ഞ് ഏതുണ്ടാക്കി. എന്നിട്ട് ലാലുവിന് ഞങ്ങൾ ചെന്നപ്പോൾ ഒന്നും അല്ലാതെ ആൾക്കാരില്ല, ഒക്കെ വന്ന് തുടങ്ങുന്നുള്ളൂ. പിന്നെ പാങ്ങുന്ന വന്നവരുതിൽ ഞങ്ങളാട്ടാ ആദ്യം എത്തിയിരിക്കുന്നത്. കാരണം രാവിലെ ഓലൊക്കെ വന്ന് പോയിക്കുന്നു. രാവിലെ പിന്നെ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ മിഥുനും മദ്രസും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ വന്നപ്പോൾ അത് കുറേ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മേലൊക്കെ കയറി നിന്നിട്ട് ചുറ്റോറും നോക്കി നിന്നിട്ടാണ്. നല്ല രസമുണ്ടായിരുന്നില്ല കാണാൻ. അപ്പോൾ പിന്നെ അങ്ങനെ പറയും നമുക്ക് ഇവിടുന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്നൊക്കെ അങ്ങനെ പറഞ്ഞ് നിൽക്കുന്നത്. അതിൻ്റെ ഇടയിൽ മുത്തുമോൻ ഡോറിന് വിലങ്ങ് അടിച്ച് നിൽക്കുന്നുണ്ട്. പിന്നെ എൻ്റെ അനിയന്മാർക്കൊരു പ്രത്യേകത ഉണ്ട്, നമ്മൾ വീഡിയോ എടുക്കണമെന്ന് കാണുമ്പം ഒന്ന് കോപ്രായങ്ങൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും, അല്ലെങ്കിൽ വിലങ്ങ് അടിച്ചിട്ടേക്കാരം കേട്ടോ. വീഡിയോയിൽ വരാൻ പറയുമ്പോൾ ഭയങ്കര മടിയേക്കാരം. ഓലറിയാതെ നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഓരോ കോപ്രായങ്ങളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ പെര മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണട്ടെ. അപ്പോൾ ഓരോരുത്തരും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, ഓരോരുത്തരും ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം എല്ലാവരും ഇങ്ങനെ ചുറ്റിക്കറങ്ങി കാണണം, അല്ലാതെ ആരും വന്നിട്ടില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സുഖമല്ലേക്കാരം. മറ്റും നമ്മളറിയാത്ത ആൾക്കാരൊക്കെ ആകുമ്പോൾ ചിലവർക്ക് ഇഷ്ടമാവും ചിലവർക്ക് ഇഷ്ടമാവില്ല. പിന്നെ ഇപ്പോൾ എല്ലാവരെയും നന്നാക്കിയിട്ട് നമുക്കൊന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞാൻ പറയും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ മുന്നേ നിന്ന് മാറിക്കോളും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ അവിടെ കണ്ട് ഇവിടെ കണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പരാതിയൊന്നും പറയാൻ പറ്റില്ല അറിയില്ല. കാരണം നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷം പരാതികൾ വരിക. അപ്പം ഞാൻ എപ്പോഴും അതായിട്ട് പറയാം. അങ്ങനെ പിന്നെ ഇഷ്ടമില്ലാത്തവർ നമുക്ക് നിർബന്ധിച്ച് വീഡിയോയിൽ കൊണ്ടുപോകാനും പറ്റില്ലല്ലോ. അപ്പോൾ അതായിട്ട് വേഗം വീഡിയോ എടുത്ത് അങ്ങനെ പോകണം. ആരും വ്യക്തമായിട്ട് ഞാൻ കാണിച്ചിരുന്നില്ല കേട്ടോ. നമ്മൾക്ക് ഇഷ്ടമുള്ള മാതിരി എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ലല്ലോ. പിന്നെ ആരും ഞാൻ നിർബന്ധിച്ചാൽ പോക്കില്ല കേട്ടോ.
അങ്ങനെ പിന്നെ എന്തായാലും ലാലും അപ്പുറത്ത് ചീർപ്പും കാര്യങ്ങളും കിട്ടിയപ്പോൾ ലാലും ഇവിടുന്ന് തലയും മുടിയൊക്കെ നേരാക്കി കേട്ടോ. വല്ലാതെ ആരുമില്ല, അപ്പോൾ പിന്നെ നമുക്ക് എന്തും ചെയ്യാമല്ലോ, നമുക്ക് കേടാട്ടി നിൽക്കാമല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി പിന്നെ വന്നിട്ട് ഈ റൂമിൽ വന്നിട്ട് ഇരുന്ന് അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ എല്ലാവരും ഓഡിറ്റോറിയത്തേക്ക് പോവാറുണ്ട്. അങ്ങനെ പിന്നെ ചോറിനൊക്കെയുള്ള ഒരു ടൈമായപ്പോൾ അങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് പോവാറുണ്ട്. അങ്ങനെ പിന്നെ എന്താ പറയുക, ഫുഡും കാര്യങ്ങളും ഓഡിറ്റോറിയത്തിലാട്ടോ. പേരാണൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി ഏൽപ്പിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ വണ്ടിയിൽ പോകണം കേട്ടോ ഓഡിറ്റോറിയത്തേക്ക്. അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ലാലു പേരൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ലാലു അമ്മേൻ്റെ മോളൊക്കെ കൂടെ അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്. അമ്മ കാര്യമായിട്ട് എന്തൊക്കെയോ തിരക്കിലാട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പോലെ വണ്ടി ഏൽപ്പിച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ ആ വണ്ടിയിൽ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ പോയി കേട്ടോ. നടന്ന് പോകേണ്ട ദൂരമൊക്കെ തന്നെയാണ്, പക്ഷേ വണ്ടി ഉണ്ടായ കാര്യം എല്ലാവരും കൂടി വണ്ടിയിൽ കയറി പോവാട്ടോ. അങ്ങനെ പിന്നെ എന്താ പറയുക, മുന്നിൽ മീറ്റുണ്ട്, വേറെ ഏതോ ഒരു കുട്ടിയുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും വണ്ടിയിൽ അങ്ങനെ പോകുന്ന ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ട് അപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ തിരക്കായി തുടങ്ങിയിരുന്നു കേട്ടോ. ഇങ്ങനെ പെര അങ്ങനെ അതായത് പെര കണ്ടവർ ഇങ്ങനെ ഓഡിറ്റോറിയത്തേക്ക് ഇങ്ങനെ വണ്ടിയിൽ കൊണ്ടാക്കി കൊടുക്കുന്നു. അതുപോലെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ട് നേരെ പെരേക്കും കൊടുക്കും അങ്ങനെ. പിന്നെ എന്തായാലും ഞങ്ങൾ ചെന്ന സ്പോട്ടിൽ തന്നെ പിന്നെ അവിടുന്ന് ജ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ട് അപ്പോൾ പിന്നെ ഞാൻ ബത്തക്ക ജ്യൂസായിട്ട് കുടിച്ച് ബത്തക്ക ജ്യൂസ് ഇങ്ങനെ കുടിച്ച് നിൽക്കുകയാണ്. എന്നിട്ടൊക്കെ ജ്യൂസ് കുടിയൊക്കെ കഴിഞ്ഞ് ഓലതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഞാൻ അപ്പം വേണ്ടി ചെന്നിട്ടുള്ളൂ. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഇവർ ജ്യൂസ് കുടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഓല ജ്യൂസ് കുടി കഴിഞ്ഞ് ഓല് ചോറുണ്ണാൻ പോയപ്പോൾ ഞാനും വേഗം കുടിച്ചിട്ട് ഓല ഇത്താലും പോയി കേട്ടോ. പിന്നെ ഓഡിറ്റോറിയത്തിൽ ചെന്നപ്പോൾ ഹാളിലൊന്നും വല്ലാതെ ആരുമില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിക്കാട്ട് ചെന്ന സ്പോട്ടിൽ തന്നെ എല്ലാവരും ചോറുണ്ണാൻ വേണ്ടി പറഞ്ഞയച്ചു കേട്ടോ. പിന്നെ അമ്മയ്ക്കാക്കതാട്ടോ അതിൻ്റെ ഇപ്പാൻ്റെ വലിയ പെങ്ങളെ മാപ്പിളേട്ടാ, വലിയ അമ്മയ്ക്കാക്കേട്ടാ. ഞങ്ങളെല്ലാവരും കൂടി ചോറുണ്ണാൻ വേണ്ടി പോകട്ടെ. ഇവിടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഒരു പേടിയുണ്ട് കേട്ടോ, കാരണം ഹീലുള്ള ചെരുപ്പല്ലേ ഇട്ടിരിക്കുന്നത്. കുറേ കഴിഞ്ഞിട്ടൊന്ന് ഹീലുള്ള ചെരുപ്പ് ഇട്ടോ. അപ്പോൾ ഞാനാ പറയുന്നത് പേടിയാണ് ടൈസും പുറത്ത് നടക്കാൻ, ആളടിയിൽ നല്ല വീണാൽ നല്ല രസമുണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ചെന്ന് കുറച്ച് നേരം ചോറിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത് കേട്ടോ, കാരണം നല്ല തിരക്കുണ്ടായി. ഞാൻ പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്ത് ലാസ്റ്റ് നമുക്കും ചോറ് കിട്ടി. പിന്നെ ഇപ്പോൾ വേണ്ട സാധനങ്ങളൊക്കെ ഞാനിട്ട് അങ്ങനെ ചോറൊക്കെ തിന്ന് ഒക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഇട്ടും കുറച്ച് നേരം അവിടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് നിന്ന് പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി തിരിച്ചിട്ടാണ്. കാരണം ലാലുവിന് എന്താ പറയുക, ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തിരൂർക്ക് തന്നെ പോകാനുണ്ടായിരുന്നു. അപ്പം പിന്നെ വല്ലാതെ അവിടെ നിന്നില്ല കേട്ടോ. കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാവരുമായിട്ടൊക്കെ വർത്താനം പറഞ്ഞ് ഞങ്ങൾ പിന്നെയും പെരേക്ക് വന്നിട്ട് അപ്പോൾ ഓലെ ഗസ്റ്റ് ഹൗസ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയപ്പോൾ അവിടെ അറിയാത്ത ആരൊക്കെയും കുറേ ആൾക്കാരുണ്ട്. വിളിച്ചാണ്ട് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങളുടെ തിരിച്ച് പോന്നിട്ട് അങ്ങനെ പിന്നെ ഓലോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ തിരിച്ച് ബാങ്ക് തന്നെ പോന്നിട്ടാ. പിന്നെ അമ്മായിക്കാക്ക ഉണ്ടായിരുന്നിട്ട് ഞങ്ങൾ ഇത്താലും അങ്ങനെ പിന്നെ ഞങ്ങളിങ്ങനെ പോരുമ്പോൾ മിഥുൻ ഉണ്ടാവില്ല അത് ഞങ്ങളെ ബാക്കിലിട്ട്. അപ്പോൾ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ കിട്ടിയെന്ന് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ ഞങ്ങളെ ബാക്കിലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ രണ്ടാളും ഓരോ പോസ്റ്റിങ് ചെയ്തിട്ട് ഓരോ ചേട്ടൻ ഫോട്ടോ എടുക്കാൻ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ തന്നെ എടുത്തിരുന്നിട്ട്. അങ്ങനെ ഓരോ രണ്ടാളും ഓരോ അഭിപ്രായങ്ങൾ കണ്ടിരുന്ന് കാട്ടിക്കൂട്ടിട്ടുണ്ട്. മിഥുന് പിന്നെ ലാലു ആയാൽ മതിയാളിനോടിയെന്ന് ഒത്താൽ പിന്നെ നമ്മളൊക്കെ പുറത്തേക്കാറ്. അങ്ങനെ പിന്നെ ഓൻ ലാലുവിൻ്റെ ഇത്താല കയറി കൂടിയതാട്ടോ. ഓനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തെണ്ടി നടക്കുന്നത് ലാലുവിൻ്റെ ഇത്താല. അങ്ങനെ പിന്നെ വീഡിയോ എടുക്കേണ്ടതാണ്. പിന്നോട് അറിയട്ടെ ഒന്ന് പോടി അറിയിട്ട് ഇങ്ങനെ ഇതാക്കട്ടെ. എനിക്ക് ഭയങ്കര മടി. അങ്ങനെ ഞാൻ പിന്നെ വീഡിയോ എടുക്കുകയാണെങ്കിൽ പോലെ അറിയാതായിട്ട് വീഡിയോ എടുക്കുള്ളൂ, കാരണം ഓരോട് പറഞ്ഞാൽ ഒരു വിലങ്ങ് അടിച്ചിട്ട് നിൽക്കും. അപ്പോൾ പിന്നെ പറയാതെ വീഡിയോ എടുത്തപ്പോൾ കേട്ടോ ഒന്ന് പോടി അറിയിട്ട് പിന്നെ ഇങ്ങനെ കളിയാക്കട്ടെ വീഡിയോ ഓഫാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ഇവിടെ പെണ്ണുങ്ങളെ ഭാഗത്തേക്കും വന്നു. ഓര് മൂന്നാളും കൂടി എൻ്റെ അമ്മായിൻ്റെ കബറിങ്ങൊക്കെ പോയതിന് ശേഷം ഇവിടെ ഉസ്താദിൻ്റെ കബറിങ്ങ വന്ന് ദ്വാരക്കാട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ദ്വാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയിട്ടാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് പോരുക കേട്ടോ. പിന്നെ അങ്ങനെ ഉമ്മാനെ കാണാൻ വേണ്ടി പോകട്ടെ, അതായത് വല്യമ്മാനെ. അപ്പോൾ വല്യമ്മ നല്ല പ്രായമുള്ള ആളാണ്. അപ്പോൾ തിരുവനന്തപുരത്തുനിന്ന് കുറേ ആയിട്ട് വല്യമ്മാനെ കാണാമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് വെട്ടിച്ചെറുക്കാക്ക് വല്യമ്മാനെ കാണാൻ വേണ്ടി പോകട്ടെ. മിഥുൻ ലാലും പിന്നെ ബൈക്കിൽ തന്നെ കേട്ടോ. ഞങ്ങൾ പിന്നെ അങ്ങനെ മുത്തുമ്മാൻ്റെ ഓട്ടോറിക്ഷയിൽ പോകുന്നിട്ട് ഞങ്ങൾ കരേക്കാട് വഴി അങ്ങനെ ആയിട്ടോ പോകുന്നത്. അപ്പോൾ കരേക്കാട് വഴി എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, കരേക്കാട് പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ കാട് ഭാഗം കേട്ടോ. രാത്രി നല്ല തണുപ്പ് കേട്ടോ ഇവിടെ. എന്താ വെച്ചാൽ മൊത്തത്തിൽ കാടാണ്, റബ്ബറും കാടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര സൈലൻ്റ് കേട്ടോ. ഇതായിട്ട് ലാലും ഇങ്ങനെ കളിയാക്കുന്ന കാടുമുക്കാണ് അറിയട്ടെ. കാരണം ഞങ്ങളെ ഈ ഭാഗം തന്നെ കാടും പിന്നെ പന്നികളും അതും ഇതൊക്കെ ആയിട്ട് എല്ലാവിധ ജന്തുജാലങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അങ്ങനെ കളിയാക്കും. പിന്നെ നാട് ജന്തുക്കൾ മാത്രമല്ല മനുഷ്യന്മാരും ഉണ്ടായിട്ട് അറിയട്ടെ. കാരണം നമ്മുടെ നാട്ടിനെ പറ്റി പറയുമ്പോൾ നമുക്ക് പൊള്ളൂലേ, നമ്മൾ തിരിച്ച് പറയില്ല. അങ്ങനെ പിന്നെ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മൾ പിന്നെ കുറഞ്ഞു കൊടുക്കില്ലല്ലോ, നമ്മൾ തിരിച്ചും അങ്ങോട്ടും നല്ല കളിയാക്കുന്നത്. അങ്ങനെ ലാലുവിനും കളിയാക്കൂട്ടാ. അങ്ങനെ പിന്നെ എന്തായാലും മുത്തുമ്മ ഞങ്ങൾ റോട്ട് മാർക്ക് തന്നു. ഓൻ കടയിലേക്ക് പോയിട്ടാ. അങ്ങനെ പിന്നെ അവൻ കടയിൽ പോയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വന്നിരിക്കുന്നിട്ടാ. അപ്പം നടന്നങ്ങോട്ട് ഇടങ്ങാറായിക്കണിട്ടാ. ഞാൻ പെരയിൽ വന്നൊരു ഭാഗത്ത് കിടന്നപ്പോൾ എന്താ വോട്ട് ചോദിച്ച് ഇങ്ങനെ വന്നിക്കണിട്ടാ. അപ്പം അങ്ങനെ ഓലായിട്ട് ഓരോന്ന് വർത്താനം പറഞ്ഞിരിക്കുന്നിട്ടാ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഓല് ഒന്ന് ബെല്ലടിച്ചപ്പോൾ എൻ്റെ വിചാരം ലാലു വരികയെന്ന് കേട്ടോ. അപ്പോൾ ഇപ്പോഴാട്ടെ ലാലു വരുന്നു. ഇവർ വരുന്നതിന് മുന്നേ, അതായത് ലാലു വരുന്നതിൻ്റെ മുന്നേ ഇവർ വന്ന് ബെല്ലടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു കയറി പോരുകയാറേട്ടാ. അപ്പോൾ എൻ്റെ വിചാരം ലാലു വെച്ചിട്ട് ഞാൻ കയറി പോരുകയായിരുന്നു. പക്ഷേ പോലെ എന്തിച്ചറിയില്ലേനു. പിന്നെ കുറേ ആൾക്കാർ ഒച്ചപ്പാട് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു കയറി പോരണ്ടാറേട്ടാ. എന്നിട്ട് എൻ്റെ അമ്മ കൊലയുമ്പോൾ പോയിട്ട് ഓലോടാ പറയുന്നിട്ട് ഓള് കയറി പോരെന്ന് പറഞ്ഞാൽ ഓളോളെ മാപ്പിള വരിക വെച്ചിട്ടാണ് കയറി പോരാൻ പറഞ്ഞത്. ഓളവിടെ റൂമിലേന്ന് അതേ ഓല് പറഞ്ഞാണ്. അപ്പോൾ പിന്നെ ഓള് പറയുന്നത് നിങ്ങൾ ഒച്ചപ്പാടൊക്കെ കൂടി കേട്ടപ്പോൾ കയറി പോരണ്ടെന്ന് പറഞ്ഞാണ്. അപ്പോൾ ഓലാണ് അതേതായാലും
നന്നായി, ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ട് ഉള്ളിൽ അതിനെ കയറി പോരല്ലേ വെച്ചിട്ട് ഓല് കളിയാക്കി എന്നിട്ടാ. അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാലു വന്ന്. അങ്ങനെ പിന്നെ ഞാൻ വേഗം മാറ്റി വയ്ക്കുക, ഞാൻ പോകുന്നിട്ടാ. അങ്ങനെ പിന്നെ തിരൂർക്ക് എത്തിയപ്പോഴേക്ക് രാത്രി ആയിക്കണിട്ടാ. അങ്ങനെ പിന്നെ രാത്രിയായി. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ബ്ലോക്കിൽ പെട്ട്. അങ്ങനെ ബ്ലോക്കിൽ ഇങ്ങനെ കുറേ ടൈം നിന്നിട്ടാ. നല്ല ബ്ലോക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് എന്താണ് ആവട്ടോ, ഞായറാഴ്ച ആയതുകൊണ്ട് തോന്നുന്നു ഇത്രത്തോളം ബ്ലോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ബ്ലോക്കൊക്കെ എന്നൊക്കെ കഴിച്ചിലായിട്ട് പിന്നെ ഞങ്ങൾ നേരെ നെസ്റ്റോക്കാട്ട് പോകുന്നു, ഞങ്ങൾ തറവാട്ടിലേക്ക്. അങ്ങനെ ഒന്ന് രണ്ട് സാധനങ്ങളാണെങ്കിലും നെസ്റ്റോ നട്ട വേങ്ങില്ല, അധികം നെസ്റ്റോ തന്നെ കേട്ടോ സാധനം വേങ്ങില്ല. അപ്പോൾ പിന്നെ അങ്ങനെ നെസ്റ്റോക്ക് പോകട്ടെ. അപ്പോൾ നെസ്റ്റോ ചെന്നപ്പോൾ പെരുഞ്ചാതി തിരക്കാണ്, എന്തൊക്കെയോ ഓഫറും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നെസ്റ്റോയിൽ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വീഡിയോസും കാര്യങ്ങളും എന്തൊക്കെയോ കണ്ടീന്ന്. അത് പിന്നെ നമ്മളങ്ങനെ തിരക്കുണ്ടാകുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ. വന്ന വഴിക്ക് അങ്ങനെ എന്തായാലും നെസ്റ്റോ പോകാമെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് സാധനങ്ങൾ വേങ്ങാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി വിചാരിച്ചിട്ടാണ് നെസ്റ്റോക്ക് കയറിയത്. ചെന്നപ്പോൾ വണ്ടി നിർത്തിയിടാനും സ്ഥലമില്ല, പെരുഞ്ചാതി തിരക്കിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ സ്ഥിരം വണ്ടി നിർത്തിയിടുന്ന ആ ഭാഗത്തേക്ക് തന്നെ വണ്ടി നിർത്തിയിടാൻ വേണ്ടി പോവാട്ടോ. ഞാൻ ആ സൈഡിൽ കാറുള്ള, ഈ സൈഡിൽ ബൈക്കുകളാട്ടോ. ബൈക്കുകൾ ഇങ്ങനെ നിർത്തിയിട്ട് കാണാൻ എന്തോ രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട്. ഇങ്ങനെ ഒരു വരിക്ക് നിർത്തിയിട്ടാണ് കാണാൻ. ഞാൻ പിന്നെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഉള്ളിൽ കയറിയപ്പോഴുള്ള അവസ്ഥ അതാ, ഒരു ജനസംഖ്യ വരി നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടത്തേക്ക് എന്തെങ്കിലും സാധനം എടുത്ത് കഴിച്ചാലാവാൻ തന്നെ പണിക്കാരം മണിക്കൂറോളം വരി നിൽക്കേണ്ടി. പിന്നെ ലാലും എന്തൊക്കെയോ കാര്യമായിട്ട് തപ്പി തിരഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ലാലും എന്താ സോയാബീനും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നാണ്. അങ്ങനെ കാര്യമായിട്ട് ഒരാൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ നോക്കട്ടെ. മറ്റേ ഇവിടെ വന്നാൽ ഈ കൊട്ട എന്താണ് പരിപാടി ചെയ്യുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇങ്ങനെ കൊട്ട ഒന്തി നടക്കുന്ന പരിപാടി. ഇപ്രാവശ്യം പിന്നെ ഞാൻ വീഡിയോ എടുത്ത് നടക്കണം, രാവിലെ കൊട്ട കൊന്തിയിട്ട് സാധനങ്ങളൊക്കെ നുള്ളി പെറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമുക്ക് വേണ്ട പിന്നെ നമുക്ക് എടുക്കാമല്ലോ, അതാണ് പിന്നെ ഇവിടെ വന്നാലൊരു പ്രത്യേകത കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളും നമുക്ക് തിരഞ്ഞെടുക്കുക. പിന്നെ ലാലും ഇത് പയറും കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് കയറിയിട്ട് ലാലു എന്താ തപ്പുണ്ട് കേട്ടോ കാര്യമായിട്ട്. അങ്ങനെ പിന്നെ ലാലുവിന് വേണ്ട സാധനങ്ങൾ പിന്നെ ലാലുവിനെ തൂക്കിയെടുക്കലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാനതിങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു, കാരണം അവിടെയുള്ള പണിക്കാരൊക്കെ ഓരോ തിരക്കിലാണ്. അപ്പോൾ നമുക്ക് വേണ്ട നമുക്ക് തന്നെ എടുക്കാമല്ലോ. അങ്ങനെ പിന്നെ തൂക്കി സാധനങ്ങളൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ ഞങ്ങളിങ്ങനെ പച്ചക്കറി ഫ്രൂട്ട്സുകൾ ആ ഭാഗത്ത് കൊണ്ട് വന്നിട്ട് ഇവിടെ നല്ല തിരക്കാട്ടെ. ഈ ഫുഡിൻ്റെ ഭാഗത്തൊക്കെ നല്ല തിരക്കുണ്ട്, കാരണം ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനൊക്കെ പറ്റും. അങ്ങനെ കേട്ടോ. പിന്നെ ഞാനിവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ തിന്നണമെന്ന് എഴുതിയിരുന്നു, പക്ഷെ അവിടുത്തെ തിരക്ക് കണ്ട് പിന്നെ ഇരിക്കാൻ സീറ്റില്ല. അത് കാരണം പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് തിന്നില്ല കേട്ടോ. അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറി ഇങ്ങനെ കണ്ട് പിന്നെ മേലക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഇവിടെ വന്നാൽ പിന്നെ മെയിനായിട്ട് വരുന്നത് എന്താ വെച്ചാൽ എന്താ പറയുക, എവിടെയോ എത്തിയൊരു ഇതാട്ടോ. കക്കിറച്ചിയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. കക്കല്ല, എരുന്ത്, കുഞ്ഞിറച്ചിക്ക് എരുന്ത് എന്നെന്തോ കേട്ടോ പറയാം. എരുന്ത് ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നിട്ട് അവിടെ. അപ്പോൾ കിലോ 100 റുപ്യ എന്തോ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഈ ഒരു മീൻ്റെ തല നോക്കി അതിൻ്റെ നടുവ് മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളത്തെ ഒരു അവസ്ഥ ഇട്ടത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു ഇടങ്ങാറ് തോന്നിപ്പിച്ച്. അങ്ങനെ പിന്നെ കുറച്ച് നേരം മീനുകളെ വലുപ്പം സൈസും കാര്യങ്ങളൊക്കെ നോക്കി നടന്ന് പിന്നെ ഞങ്ങൾ അവിടെ നിന്നൊക്കെ പോന്നിട്ട് ഇവിടെ ഇതൊക്കെ ഓഫറും കാര്യങ്ങളൊക്കെ കാര്യമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ ചുറ്റിക്കറങ്ങി കണ്ട് ഇങ്ങനെ പോന്നപ്പോൾ ഞങ്ങളെ വണ്ടി എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ആകെ വണ്ടികൾ നിർത്തിയിട്ട് ഞങ്ങളെ വണ്ടി ഉള്ളിൽ പെട്ടിരുന്നിട്ട്. അപ്പോൾ ഞങ്ങളെ വണ്ടി ഇങ്ങോട്ട് പുറത്ത് കിട്ടപ്പം അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ വണ്ടി എടുക്കാൻ ധൈര്യമില്ല കേട്ടോ. അപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾ എൻ്റെ വണ്ടി കൂടി എടുത്ത് തരും വെച്ചിട്ടാ. അപ്പോൾ ലാലു പാവം നന്മമരായിട്ട് ആ പെണ്ണിൻ്റെ വണ്ടി കൂടി പുറത്ത് ഇങ്ങനെ എടുത്തെടുത്തിട്ടാ. അപ്പം ഞാൻ പറയുന്നിട്ടോ എന്തോ ഒരു നന്മമരം എന്ന് പറഞ്ഞാൽ ഞാൻ ലാലുവിനെ കളിയാക്കിയെന്ന്. അങ്ങനെ പിന്നെ ഞങ്ങളവിടുന്ന് ആ താത്താൻ്റെ വണ്ടിയൊക്കെ പുറത്ത് ഇട്ടെടുത്തിട്ട് പിന്നെ ഞങ്ങളവിടുന്ന് പോന്നിട്ടോ. അങ്ങനെ പോന്ന് പിന്നെ തിരൂരെത്തിയപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ താഴെപ്പാലൊക്കെ എത്തിയപ്പോൾ തിരക്ക് തന്നെ കേട്ടോ. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികൾ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ട് കേട്ടോ. എന്താ കാരണം എന്നൊന്നും അറിയില്ല കേട്ടോ. അങ്ങനെ പിന്നെ അവിടെ നിന്നൊക്കെ പോന്ന് ഞങ്ങൾ വേഗം പിന്നെ പെരയിലാക്കിയിട്ട് വേണം ലാലുവിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്തേക്ക് പോകാൻ കേട്ടോ. കാരണം ലാലുവിൻ്റെ കൂട്ടുകാരൻ ലാലുവിനെ കാത്ത് നിൽക്കുകയാണ്. ഞാനിപ്പോൾ 2 ദിവസമായി ഓനെ കണ്ടിട്ട്, കാരണം ഈ പരിപാടിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്നോട് പറയുന്നു അങ്ങനെ വേഗം ആക്കി തന്നിട്ട് ഞാൻ പോകട്ടാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം എന്നാൽ പിന്നെ ഓര് പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് കരുതി. അപ്പോൾ പിന്നെ പെരയിൽ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, കാരണം രാവിലെ നമ്മൾ പരിപാടിക്ക് പോയതല്ലേ. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നാലോ വെച്ചിട്ട് അങ്ങനെ പോയപ്പോൾ ലാലു എന്താ വേണ്ട ചോദിച്ചു. അങ്ങനെ കാര്യമായിട്ടൊന്നും തിന്നാനും വെച്ചു. അപ്പോൾ ഞാൻ മറിച്ച് ഒന്നും വേണ്ട മക്രൂണി മതിയാണ് കേട്ടോ. അപ്പോൾ ലാലു പറഞ്ഞാൽ ഷവർമ്മ ആണ് വെച്ചാൽ മറിച്ച് ഷവർമ്മ ഒന്നും വേണ്ട. പിന്നെ ഇപ്പോൾ ഇങ്ങനെ ഉച്ചക്ക് നമ്മൾ മന്തിയും കാര്യങ്ങളൊക്കെ തിന്നത് വേണം. അപ്പോൾ പിന്നെ മന്തിനോടൊന്നും താല്പര്യമില്ല, പിന്നെ ഷവർമ്മയും വേണ്ട കേട്ടോ. എനിക്കാണല്ലോ ഈ ഒരു മക്രൂണി എത്ര തിന്നാലും ബോധിയിട്ടില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ പറിച്ച് മക്രോണി മതിയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ മക്രോണി വാങ്ങാൻ വേണ്ടി പോയിട്ടാണ്. ഞാൻ ഇവിടെ ഈ മക്രോണി തിന്നാൻ വേണ്ടിയിട്ട് ഈ തട്ടുകടി വന്ന് ഇങ്ങനെ ഇരുന്ന് തിന്നുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അപ്പോൾ അത് വേറെ തന്നെ കേട്ടോ. റോട്ടിൻ്റെ പക്കത്ത് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ മക്രോണി തിന്നുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലാട്ടോ. അത് എനിക്ക് കല്യാണം കഴിഞ്ഞ ഉടനെ ലാലും കൊണ്ടുവരുമ്പോൾ വലിയ ഇഷ്ടമായി കേട്ടോ മക്രോണി. ഇപ്പോൾ സത്യം പറഞ്ഞാൽ മക്രോണിൻ്റെ ഒരു അഡിക്റ്റ് ആട്ടെ. ഞാൻ ലാലോ വലിപ്പാനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അവൾക്ക് നിങ്ങൾ മക്രോണിയായ ജീവനാണ് പറഞ്ഞിട്ട്. ലാലു എപ്പോഴും അവിടെ പോയി ഇങ്ങനെ കൊണ്ടുവരട്ടെ. എനിക്കിങ്ങനെ പോയി പറയുമ്പോഴൊക്കെ ലാലു കട കഴിഞ്ഞ് വരുമ്പോഴൊക്കെ ചിലപ്പോൾ അങ്ങനെ കൊടുന്ന് തരും കേട്ടോ പെരേക്ക്. അല്ലെങ്കിൽ ഇതേമാതിരി ഞങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ ലാലു പൂതി ഉണ്ടെങ്കിൽ അങ്ങനെ വേങ്ങി തരും.
ലാലു പറഞ്ഞാൽ എനിക്ക് നാരങ്ങ വേണമെങ്കിൽ എടുത്തു പറഞ്ഞിട്ട് ലാലുവിന് നാരങ്ങ വല്ലാതെ പോയിട്ട് എനിക്കാണെങ്കിൽ നാരങ്ങ ആയാൽ മതി. അപ്പോൾ പിന്നെ എൻ്റെ നാരങ്ങ പിന്നേൻ്റെ പുറമെ ഞാൻ ലാലുവിൻ്റെ നാരങ്ങയും കൂടി എടുത്തിട്ട് എൻ്റെ മക്രോണി പിഴിഞ്ഞിട്ടാം. എനിക്ക് നാരങ്ങയും ലാലുവിനും ആ സ്ഥാനത്ത് ഇതില്ലേ നമ്മളെന്താ പച്ചുള്ളിയും കേബേജും ക്യാരറ്റും ഇതൊക്കെ കൂടിയായിട്ട് ഈ ഇതുണ്ടല്ലോ സംഭവം ഇതിന് മേലെ ഒരു ഇട്ടലിട്ട് അത് ഓലിട്ടതിൻ്റെ പുറമെ ലാലു കുറച്ച് തിന്നിട്ട് പിന്നെ ഓലോട്ട് വിളിച്ച് പറയട്ടെ എനിക്ക് ഇനിയും വേണം തരട്ടെ. അങ്ങനെ അപ്പോൾ ലാലു ആണെങ്കിലും തിന്നോക്കൊണ്ടിട്ട് ലാലുവിന് പിന്നെ ഏത് ചൂടായാലും ലാലുവിന് വേഗം ഇറങ്ങും. എനിക്കാണെങ്കിൽ ചൂടാറാതൊക്കെ ഒരു മുതൽ തിന്നാൻ വയ്ക്കില്ല കേട്ടോ. അപ്പോൾ ലാലു എന്നെ കളിയാക്കട്ടെ വേഗം തിന്നോട് പറഞ്ഞിട്ട് കാര്യം കൂട്ടുകാരും വിളിച്ചങ്ങോട്ട് തൊയിരം കെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറയുന്നിട്ട് എന്നെ ആക്കി തന്നിട്ടാണ് വെച്ച് പോവാൻ. എനിക്കാണെങ്കിൽ അത് ചൂടായ കാരണം ഞാനത് അങ്ങോട്ടും തട്ടും ഇങ്ങോട്ടും തട്ടും ഒന്ന് ഊതിയായിട്ട് ഞാൻ തിന്നണത്. അങ്ങനെ പിന്നെ ലാലുവിന് തീറ്റ കഴിഞ്ഞപ്പോൾ പിന്നെ ലാലുവിന് എന്താ പറയുക അതിലത്തെ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ തന്നേനിക്കണം. ഇതിലിങ്ങനെ ഉള്ളി ഇതൊക്കെ സംഭവം ഇടുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ പച്ച കടിച്ചുമ്പോൾ നല്ല രസമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് നാരങ്ങ എത്ര പിഞ്ഞാലൊക്കെ തികയില്ല. ലാലുവിന് ഈ പച്ചക്കറികൾ എത്ര ഇട്ടെടുത്താലും ലാലുവിന് തികയില്ല കേട്ടോ. അപ്പോൾ ലാലു പറയുന്നു കേട്ടോ എനിക്ക് കുറച്ചും കൂടി ഉള്ളി വേണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ എന്തായാലും ലാലു ആ ചെക്കനോട് പറഞ്ഞിട്ട് ഉള്ളി വേണമെന്ന് പറഞ്ഞപ്പോൾ ഓന് ഉള്ളി എടുക്കാൻ വേണ്ടി പോയിക്കാട്ടാ. അപ്പോൾ ഇങ്ങനെ ഓന് അങ്ങനെ ഉള്ളി എടുക്കാൻ വന്നിട്ടാ. പിന്നെ ഞങ്ങൾ ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറായി കാരണം പിന്നെ ഞങ്ങൾ ചോദിച്ചാൽ വേഗം സ്പോട്ടിൽ തന്നെ ഞങ്ങൾക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ടാ. അപ്പോൾ ലാലുവിനും അങ്ങനെ ഇട്ട് കൊടുക്കണം. ലാലുവിന് അങ്ങോട്ട് തികയണില്ല. ഇട്ടെടുത്ത് ലാലുവിനോട് ചോദിച്ചിട്ടുണ്ട് മതിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നോട് ചോദിച്ചു വേണം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞാൽ അയച്ചും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ ഓന് എനിക്ക് ഇട്ടെന്നിട്ട് അങ്ങനെ പിന്നെ രണ്ടാൾക്കും കൂടി ഉള്ളി സംഭവങ്ങളൊക്കെ ഇട്ടെന്ന് അതിനൊക്കെ കൂടി കൂട്ടി മിക്സ് ചെയ്ത് പിന്നെ ഞങ്ങൾ തിന്നട്ടാ. ഇതൊക്കെ കൂടി കൂട്ടി മിക്സ് ചെയ്ത് തിന്നുമ്പോൾ തന്നെ വേറൊരു ടേസ്റ്റാണ്. അങ്ങനെ പിന്നെ അത് ഇളക്കി മറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഏതായാലും ചൂടായിട്ട് അങ്ങനെ തിന്ന് പാത്രം കാലിയായിട്ടാ. അങ്ങനെ പിന്നെ ലാലു കൈ കഴുകാനും പിന്നെ പൈസ കൊടുക്കാനൊക്കെ കൂടി ആയിട്ട് പോയി. അങ്ങനെ പൈസ ഒക്കെ കൊടുത്ത് പിന്നെ ഇന്നെ ലാലു പെരേക്ക് തിരിച്ചാക്കി തരാൻ വേണ്ടി പോരുകയാണ്. കാരണം എന്താ വെച്ചാൽ ലാലുവിൻ്റെ കൂട്ടുകാരൻ ലാലുവിനെ അങ്ങാടി കാത്തിക്കണം. ലാലുവിന് കുറേ നേരമായി വിളി തുടങ്ങിയിട്ട്. അപ്പോൾ അവൻ പറയുന്നു ഞങ്ങൾ ഇങ്ങനെ പുറത്ത് ഫുഡ് കഴിക്കാൻ പോകുന്നത് എപ്പോൾ വരെ അവളാക്കി കൊടുത്തിട്ടാണ്. അങ്ങനെ ഇന്നെ പെരയിൽ തട്ടിത്തന്ന് ലാലു വേഗം പോയിട്ടാണ്. പിന്നെ എന്താ പറയുക പെരയിലെത്തി വേഗം സ്പോട്ടിൽ ഇതൊക്കെ ഒന്ന് ഊരിട്ടിട്ട് നമ്മളെ ഡ്രസ്സുമൊക്കെ എത്തിയാലും ഒരു സമാധാനം കിട്ടും. കാരണം രാവിലെ ഉണ്ട് ചുറ്റിക്കെട്ടി നടക്കാൻ തുടങ്ങിയതല്ലേ. ഉച്ചയാണെങ്കിൽ നല്ല തലവേദനിച്ചുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിക്കിൽ അവൾക്ക് തലവേദനയുടെ ഗുളിക കഴിഞ്ഞ് തന്നു. കാരണം ഞാൻ ഉച്ചക്ക് ഉറങ്ങിയിലേക്ക് നല്ല തലവേദനയ്ക്കാണ്. പിന്നെ രാവിലെ കുളി കഴിഞ്ഞ പാടി മുണ്ടാണ്ട് ചുറ്റി കെട്ടിയതല്ലേ. ഈ വെയിൽ മുഴുവൻ കണ്ട് കാറ്റും കൊണ്ടിട്ട് ഇങ്ങനെ നടക്കില്ല. അപ്പോൾ നീരിറങ്ങിയിട്ട് നല്ല തലവേദന ഉണ്ട്. ഉറങ്ങാത്ത ക്ഷീണം അത് വേറെയുണ്ട്. പിന്നെ ഞാൻ ലാലുവിനോട് പറഞ്ഞപ്പോൾ ലാലു ഗുളികയൊക്കെ വീങ്ങി തന്നു. അങ്ങനെ ഗുളിക കുടിച്ചപ്പോൾ തന്നെ കുറേ സമാധാനമായിട്ടാണ്. എനിക്ക് പിന്നെ പൊതുവേ ഉറങ്ങിയില്ലെങ്കിൽ തലവേദന ആയിക്കാരം. ഒരു 5 മിനിറ്റേലും ഉച്ചക്ക് ഉറങ്ങട്ടെ. അല്ലെങ്കിൽ ഇച്ചിരി എന്താ പറയുക ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഞാൻ ഉച്ചക്ക് ഉറങ്ങി ശീലമായ കാരണം കേട്ടോ. അങ്ങനെ പിന്നെ എന്തായാലും മുണ്ടും കാര്യങ്ങളൊക്കെ ഊരിട്ടപ്പോൾ തന്നെ കുറേ സമാധാനമായി. ഫാനൊക്കെ ഇട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ അത് വേറെ തന്നെ കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കട്ടെ. എന്നാലും ഇപ്പം നമുക്ക് അറിയുള്ളൂ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അറിയുള്ളൂ. അപ്പോൾ പിന്നെ എന്തായാലും എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. കാരണം നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം. അങ്ങനെ എന്തായാലും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ മാതിരി